തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. Before I start, how long can I go? It's already 7:40. How many of you can sit up till 9 o'clock? No problem? സ്തോത്രം. നിങ്ങളോടുകൂടിയുള്ള ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും ഇങ്ങനെയുള്ള ഒരു കൂടിവരവ് സാധ്യമാക്കിയതിൽ ദൈവസന്നിധിയിൽ വളരെ നന്ദിയോടെ എന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. വിശേഷാൽ എൻ്റെ പ്രിയ സഹോദരൻ പിന്നീട് വീട്ടിൽ ഇങ്ങനെ ഒരു കൂടിവരവിലായിരിക്കുന്നൊരു പ്രത്യേക സന്തോഷമുണ്ട്. സ്തോത്രം. കാരണം നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ പ്രത്യേകം സ്തുതിക്കുന്നു. സ്തോത്രം. നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിച്ചിരിക്കണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. എനിക്കറിയാം ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും യുവർ അറ്റൻഷൻ ഷുഡ് ബി ടേൺ ടുവേർഡ്സ് മീ പ്ലീസ്. സ്തോത്രം. നിങ്ങളുടെ കൂടെ ആയിരിക്കുന്ന വളരെ സന്തോഷമുണ്ട്. സ്തോത്രം. പ്രത്യേകിച്ച് എനിക്ക് മിന്നസോട്ട എന്ന് പറഞ്ഞപ്പോൾ മിനിയാപോളിസ് എന്ന് പറഞ്ഞപ്പം യോർച്ചായന്റെ പേരാണ് ആദ്യം എൻ്റെ മനസ്സിൽ വന്നത്. ഞാൻ സിഞ്ചിന് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു. പക്ഷെ അദ്ദേഹം ഇതൊരു I didn't know whether Minneapolis or Minnesota is a state. So I thought Minneapolis is a state and Minnesota is a town. That's what I felt first. And I didn't take time to enquire with anybody whether that is what. Well, ഏതായാലും ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ജോർജാൻ മിന്നസോട്ടയിലും മിനിയാപോളിസിലും ഉണ്ട്. സോ ഐ എം ഗോയിങ് ദാറ്റ് സൈഡ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നമ്പർ അദ്ദേഹത്തിന്റെ ബ്രദറെ ദേവരാജാൻ, എനിക്ക് വളരെ സ്നേഹമുള്ള ദേവദാസന്മാരാണ്. ദേവരാജാനിൽ നിന്ന് നമ്പർ എടുത്ത് എനിക്ക് തരണമെന്നിങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് സ്തോത്രം ഇതിൽ വന്നപ്പോൾ അച്ഛൻ തന്നെ വിളിച്ചിരുന്നു എന്ന് മനസ്സിലാക്കി. സ്തോത്രം. ആ പ്രിയ കുടുംബത്തോടുള്ള ഞങ്ങളുടെ സ്നേഹവും കടപ്പാടും ഒക്കെ വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ പ്രിയ പിതാവ് ഞങ്ങളുടെ സ്ഥലത്ത് ശുശ്രൂഷിച്ചിരിക്കുമ്പോഴാണ് എന്റെ പ്രിയ പിതാവും ഞങ്ങളുടെ കുടുംബവുമായി കർത്താവിനെ അറിയുന്നതും വിശ്വാസത്തിൽ വരുന്നതും. അത് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ അനുഗ്രഹകരമായ അനുഭവമാണ്. അതിൽ കൂടി ഒരു കാര്യം ജീവിതത്തിൽ ഉണ്ടാകാനില്ല. സ്തോത്രം. അന്നു മുതലേ ആ പ്രിയ കുടുംബവുമായിട്ട് പ്രത്യേകമായ ഒരു സ്നേഹവും ബന്ധവും ദൈവം തന്നിട്ടുണ്ട്. സ്തോത്രം. പ്രിയച്ചാൻ ഇങ്ങോട്ട് പോകുന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ബോയ്ലാൻ. സ്തോത്രം. അമ്മയും രണ്ടുപേരും ഇന്ന് രാത്രി നമ്മുടെ കൂടെ ഉള്ളത് എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. സ്തോത്രം. അതുപോലെ എൻ്റെ സഹോദരൻ പ്രിയ സിഞ്ചൻ, അദ്ദേഹത്തിന് കുടുംബം ഹാഡിൻ സീൻ ഹിറ്റ്സ് ചിൽഡ്രൻ ആൻഡ് ഓൾ, അവരെ കുടുംബമായിട്ട് കണ്ട് അവരുടെ കൂടെയുള്ള ഈ കൂട്ടായ്മ ദൈവം എനിക്ക് സാധ്യമാക്കി. പ്രിയ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ ഭാഗങ്ങളിലെ കുന്നംകുളം ഭാഗങ്ങളിലൊക്കെ അവരുമായിട്ട് ഒരുമിച്ച് വളരെ സന്തോഷകരമായ കൂട്ടായ്മ ദൈവം തന്നിട്ടുണ്ട്. സ്തോത്രം. അവരെ കർത്താവ് ഈ രാജ്യത്ത് കൊണ്ടുവന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ കൂടെയുള്ള കൂട്ടായ്മ ഞാൻ വളരെ സന്തോഷമായിട്ട് കണക്കൂട്ടുന്നു. സ്തോത്രം. അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും ഒക്കെ അവസരമുണ്ടായി കർത്താവിനെ അതോർത്ത് ഞാൻ സ്തുതിക്കുന്നു. സ്തോത്രം. വെൽ, ഇങ്ങനെ പരിചയപ്പെടുകയൊക്കെ ചെയ്യാൻ പോയ ഒത്തിരി നേരം പോകും. I don't want to waste your time for that. ദൈവവചനത്തിനാണല്ലോ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഞാൻ വചനത്തിലേക്ക് തിരിയട്ടെ. സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവവചനത്തിന്റെ പ്രാധാന്യതയും ദൈവവചനത്തിന്റെ ശ്രേഷ്ഠതയും അതിന്റെ പൂർണ്ണതയും അതിന്റെ ആധികാരികതയും. I hope I'm making myself clear. All of you are comfortable with Malayalam. I think the Sindhu was telling me, എൻ്റെ ചെവി വന്ന് പറഞ്ഞു, there are some youngsters, they may not be following all Malayalam words, so it would be better for me to put a sentence here and there in English. So I will remember that, of course. പക്ഷേ Malayalam will be very simple. I think everybody can follow that. Still, just as he directed me, I would say a sentence or two here and there in English too. Stotram. Deiva Vajana, the word of God, is the basis of our Christian life. ഈ ആധുനിക സാഹിത്യത്തിന്റെ പ്രധാന പ്രമേയം, the theme of modern literature, that is the agony of existence. You might have heard about that. അസ്തിത്വത്തിന്റെ ദുഃഖം, agony of existence. അതാണ് ഇപ്പം സാഹിത്യത്തിന്റെ പ്രമേയം. അതായെങ്കിലും ഇത് ഏത് കാലത്തും മനുഷ്യന്റെ മനസ്സിലെ പ്രശ്നമായിരുന്നു. എന്താ ഈ അസ്തിത്വത്തിന്റെ ദുഃഖം, agony of existence എന്നൊക്കെ പറഞ്ഞാൽ? Who am I? Where am I from? What am I here? Where am I going to? What next?
If God created me, why did He create me? If God put me here, what's the purpose of He putting me here? എന്തിനാ? എന്തു ഇത്? Am I obliged to God? Deep inside, my conscience tells me that I am accountable. How can I be accountable? ആളുകളെ എന്നും ഏത് കാലവും ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ള ചോദ്യമാണിത്. നല്ല ചോദ്യമാണ്. പക്ഷെ നമ്മൾ പലർക്കും അതിന് ഉത്തരം കിട്ടത്തില്ലെന്നുള്ള ചിന്ത കൊണ്ട് പലരും ഇതിനെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഉത്തരം കിട്ടത്തില്ലെന്ന് പറയാനൊക്കെയില്ല. ദൈവം നമ്മളിൽ ഒരു ഇൻക്വിസിറ്റീവ് സ്പിരിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരവ് തരും. ഇതറിയാൻ നമുക്കൊരു താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരം തരും. തന്നെയല്ല, ഈ ലോകത്തിലേത് ഒന്നുകൊണ്ടും തൃപ്തിപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു ആത്മദാഹം എല്ലാ മനുഷ്യരിലുമുണ്ട്. നേടാവുന്നതിന്റെ അങ്ങേ അറ്റം വരെ നേടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു എല്ലാ കംഫർട്ട്സും അനുഭവിക്കുന്ന ഒരു ഹൈടെക് രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ നിങ്ങൾ ജീവിക്കുമ്പോഴും എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ച ഒത്തിരി പേരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും, വായിച്ചിട്ടുണ്ടാകും, നമുക്കറിയാം. എന്നാൽ എല്ലാ സുഖ സൗകര്യങ്ങളും ആളുകൾക്ക് ചിന്തിക്കാവുന്ന എല്ലാം നേടിക്കഴിഞ്ഞാലും പിന്നെയും എന്തോ ഒരു ശൂന്യതാബോധമാണ്. അതുകൊണ്ടാണല്ലോ ലോകത്തിലെ വലിയ ചിന്തകന്മാരും വലിയ വലിയ പ്രശസ്തിയിൽ കഴിഞ്ഞിരുന്ന ആളുകളും ആ പ്രശസ്തിയുടെ നെറുകയിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാതെ തന്നെ പലരുടെ പേര് നിങ്ങൾ മനസ്സിൽ വന്നു കാണും. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് നേടിയാലും അതുകൊണ്ടൊന്നും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരു അന്തർദാഹം മനുഷ്യനിലുണ്ട്. അതിനെക്കുറിച്ച് അപ്പൊ ആ അന്തർദാഹത്തെ തൃപ്തിപ്പെടുത്താൻ എന്തോ ഉണ്ട്? തീർച്ചയായിട്ടും ദാഹം തന്നേച്ച് വെള്ളം തരാതിരിക്കുകയല്ല. അതെന്തൊരു സിറ്റുവേഷൻ ആയിരിക്കും? സപ്പോസ് വി ഹാവ് തേഴ്സ്റ്റ് ആൻഡ് ദെർ ഇസ് നത്തിങ് ലൈക്ക് വാട്ടർ. എന്നായിരിക്കും അത്? ഏതായാലും ദൈവം ഏതായാലും അത് ചെയ്യത്തില്ല. അപ്പൊ ലോകത്തിലേത് ഒന്നുകൊണ്ടും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരു അന്തർദാഹം മനുഷ്യനിലുണ്ടെങ്കിൽ ആ ദാഹത്തെ തൃപ്തിപ്പെടുത്താനുള്ള വെള്ളവും അതാ ജീവജലം തീർച്ചയായിട്ടും ദൈവം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ജീവിതത്തിനപ്പുറത്ത് ഒരു അസ്തിത്വമുണ്ടോ? ഉണ്ട് സഹോദരങ്ങളെ. അതാണ് വിശുദ്ധ തിരുവെഴുത്തിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. പലരും ആത്മീയരെ കാണുന്നത് ഭൗമികമായി ഇവിടുത്തെ ജീവിതം മെച്ചപ്പെടാനുള്ള ഒരു ഉപാധിയായിട്ടാണ്. ഇല്ലെങ്കിൽ പിന്നെ കേൾക്കണേ, ദൈവത്തെ വിളിച്ച കാര്യങ്ങളൊക്കെ നന്നായി നടക്കും, കാര്യങ്ങളെല്ലാം നന്നായിരിക്കും. ലോകത്തിലുള്ള എല്ലാ മതങ്ങളും അതിനുള്ള ഉപാധിയായിട്ട് അവർ പല പല റൈറ്റ്സ്, റിച്വൽസ്, ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. whereby their material life may be better, whereby they may be able to overcome problems. അതിനുള്ള ഒത്തിരി ഉപാധികൾ അവർ തീർച്ചയായിട്ടും എല്ലാ മതങ്ങളും പറയുന്നുണ്ട്. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെയും ആത്യന്തികമായുള്ള ലക്ഷ്യം അത് തന്നെയാണെങ്കിൽ പിന്നെ നമ്മുടെ സുവിശേഷം പ്രവർത്തിക്കുന്നതിനകത്ത് അർത്ഥമില്ല. എന്നാൽ അതല്ല. ആത്മീയതയെ ഭൗമിക കാര്യങ്ങൾ സാധിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് എന്ന് കരുതി ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കരുതെന്നില്ല. കാര്യം ദൈവമല്ലേ പിന്നെ ആരാണ് കാര്യങ്ങൾ ചെയ്തേണ്ടത്. പക്ഷേ അൾട്ടിമേറ്റ് എയിം, ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതല്ല. ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം നിത്യതയാണ്, അല്ലെങ്കിൽ നിത്യജീവനാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ദൈവത്തെ പിൻപറ്റുന്നത്. എന്നെ വളരെ ചിന്തിപ്പിച്ചുള്ള പല സംഭവങ്ങളുണ്ട് എന്റെ ചെറിയ കാലത്തെ ജീവിതത്തിൽ. ഞാനൊരു സംഭവം പറയാം. ഈ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഈ പയ്യന്നൂരടുത്തുള്ള ഒരു സ്ഥലത്ത് ഞാനൊരു കൺവെൻഷൻ പോയത് കുറെ വർഷങ്ങൾക്ക് മുമ്പാ. അവിടുന്ന് തിരിച്ചു വരിക, ചെറുപാറയിൽ നിന്ന് തിരിച്ചു വരിക. അപ്പൊ പയ്യന്നൂരിന്റെ കുറെ സീനിയർമാരുണ്ട്. അവര് അങ്ങോട്ട് പോകുമ്പോഴേ പറഞ്ഞു എപ്പോഴാണ് മടങ്ങും. ഞാൻ പറഞ്ഞു ഞായറാഴ്ച ഉച്ചയ്ക്ക് സഹായം കഴിഞ്ഞിട്ട് മടങ്ങും. രാത്രി 8ന്റെ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 8ന്റെ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 മണിയാകുമ്പോൾ ഇവിടെ വരാമല്ലോ. സഹായം കഴിഞ്ഞാൽ 5 മണിക്ക് ഇവിടെ എത്താം. 45 കിലോമീറ്ററിന്റെ ദൂരമുള്ളൂ. അപ്പൊ നമുക്കിവിടെ ഒരു പരസ്യം അറേഞ്ച് ചെയ്താലോ അതൊരു നല്ല കാര്യം. അല്ലെങ്കിൽ പരസ്യങ്ങളൊന്നും നടക്കുന്ന സ്ഥലമല്ല പയ്യന്നൂർ. ആട്ടെന്ന് പറഞ്ഞു അവരതിച്ചിരി ഒരു നല്ല പരിപാടിയാക്കി, ഒരു വൻകിട പരിപാടിയാക്കി അങ്ങ് അറേഞ്ച് ചെയ്യും.
കണ്ണൂരിൽ നിന്ന് പാട്ട് പാടാൻ ഒരു പാട്ട് സംഘത്തെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അധികം ഇങ്ങനെയുള്ള യോഗം നടക്കാത്തവരായതുകൊണ്ട് പാട്ട് കേട്ടപ്പോൾ ഒത്തിരി ആളും കൂടി. റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെ ഭയങ്കര കൂട്ടം, നല്ല പാട്ട്. ഞങ്ങൾ എത്താൻ ഇത്തിരി വൈകി. അതിപ്പോ കുറേ നേരം പാടിക്കഴിഞ്ഞ ഒരാൾ വന്ന് സ്വർഗ്ഗനരകങ്ങളെക്കുറിച്ചും ആത്മീയത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചും ഒക്കെ കുറച്ച് സമയം സുവിശേഷം പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു പെൺകുട്ടി പാട്ട് പാടിക്കൊണ്ടിരിക്കണം. രസമായിട്ട് പാടുന്ന കുട്ടി പാട്ട് പാടിക്കൊണ്ടിരിക്കും. എന്നാ ചേലായിരുന്നു അറിയാം കുട്ടി പാടി. ആ കുട്ടി പാടിക്കൊണ്ടിരിക്കുമ്പോൾ അന്നേരമാണ് ഞങ്ങൾ എത്തുന്നത്. അപ്പം റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ, നല്ല യോഗ്യനായ ചെറുപ്പക്കാരനല്ല, ഒരു മധ്യവയസ്കൻ, ഒരു 50 വയസ്സുകാരൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എടുത്തോന്നു ചോദിച്ചു, ഒരിശുമാരി നല്ല പരിപാടിയാണ്, കണ്ടില്ലേ കുട്ടി പാടുന്ന എന്ത് ചേലായിട്ടുണ്ട്, ഓ കൊള്ളാം, നമ്മുടെ പാട്ടും നന്നായിരിക്കുന്നു, ഈ പറഞ്ഞത് ഞങ്ങൾ കേട്ടു, സത്യമാണ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞൊക്കെ സത്യമാണ്, നല്ല കാര്യമൊക്കെ മനസ്സിലായി. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്, അതിന് ഒരു മറുപടി കിട്ടുമെന്ന് അറിയാനാണ് ഞാൻ വന്നല്ലോ. അപ്പൊ എന്താ ഏട്ടാ പറഞ്ഞേട്ടെ? അതേ, നിങ്ങൾ പറഞ്ഞ സ്വർഗവും എനിക്ക് വേണ്ട, നിങ്ങൾ പറഞ്ഞ നരകവും എനിക്ക് വേണ്ട, എനിക്കങ്ങ് ഇല്ലാതെയായി കിട്ടിയാൽ മതി, അതിനെല്ലോ ഒരു വഴിയുണ്ട്. ഞങ്ങൾ വിചാരിച്ചു വെറുതെ പരസ്യ സ്ഥലമല്ലേ, ആർക്കും വന്ന് എന്ത് ഞങ്ങൾ പെരുമാറാമല്ലോ, വെറുതെ നരകമെല്ലാം വന്നാണെന്ന് വിചാരിച്ചിട്ട് അതിന്റെ ഒരു പ്രാധാന്യം കൊടുക്കാതെ അടുത്ത് സംസാരിക്കേണ്ട ആരാണെന്നുള്ള ചിന്തിക്കുമ്പോ ഉടനെ അദ്ദേഹത്തെ അവഗണിച്ചു എന്നുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം ഞങ്ങളെ എന്താ ഉപദേശിമാരെ, ഞാൻ പറഞ്ഞത് തെറ്റി, വെറുതെ നേരം കൊല്ലാൻ വന്നതല്ല, ഞാൻ ആത്മാർത്ഥത്തോടെ ചോദിക്കുക. എന്നിട്ട് അയാൾ പറഞ്ഞ വാക്കുകൾ കേൾക്കണേ, ഇത് പടച്ചോൻ എന്നെ പടച്ചത് എന്നോട് ചോദിച്ചിട്ടല്ല, ഇത് എന്നെ ഇങ്ങനെ പടച്ചു വിട്ടിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ പറയുന്നു നീ സ്വർഗത്ത് പോകണം, വേണ്ടതേ, രണ്ടും വേണ്ട, എനിക്കങ്ങ് ഇല്ലാതായി കിട്ടിയേച്ചാ അതിന് വല്ല ഒരു വഴിയുണ്ടോ നിങ്ങൾ പറ. തികച്ചും ആത്മാർത്ഥമായിട്ട് അയാൾ ചോദിക്കുന്നത്, വെറും മീൻസ് ലാഘവത്തോടെയല്ല. അത് ചോദിച്ചപ്പോ ആത്മാർത്ഥമാണെന്നുള്ളത് മനസ്സിലാക്കുന്നത് ഞങ്ങൾ പറഞ്ഞു, ചേട്ടാ അത് മാത്രം നടക്കില്ല, ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ, രണ്ടിലൂടെ തെറ്റിയ തീരൂ പറഞ്ഞപ്പോ അങ്ങനെ തന്നെയോ, അതെ അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ അദ്ദേഹം ദയനീയമായിട്ട് ഇങ്ങനെ ഒന്ന് നോക്കി. ഞാൻ ഓർക്കുന്നുണ്ട്, ഓരോ നിമിഷം കഴിയുമ്പോൾ ആ കണ്ണിലൊരു ദയനീയത തെളിഞ്ഞു. എന്നിട്ടിങ്ങനെ ദീർഘമായി വിശ്വസിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അപ്പോ പെട്ടുപോയില്ലേ, വടക്കൻ ഭാഷ എന്ന് മനസ്സിലാവല്ലോ, പെട്ടുപോയി, ഗോഡ് ഇസ് ഫിക്സ് എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ തല കുനിച്ച് പതിയെ നടന്നു പോകുന്നു. തുറിയൂർക്കോളം പോവല്ല, പതിയെ നടക്കുക. നടന്നു പോകുന്ന കണ്ടിട്ട് ഭയങ്കര സങ്കടമാണ്. എന്നെ വളരെ സ്പർശിച്ച ഒരു സംഭവം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അത് ഇവിടെ ഇരിക്കുന്ന എല്ലാരും പെട്ടുപോയി. സത്യമല്ലേ? അല്ലാതെ അപ്പൊ സുവിശേഷമെന്ന് പറയുന്നത് ഒന്ന് മെച്ചപ്പെടാനുള്ള ഒരു ഉപാധി എന്നല്ല, അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സന്ദേശം. ഇത് ഒഴിവാക്കാൻ ഒക്കുന്നതല്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ സഹോദരൻ. അപ്പൊ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, ആട്ടെ ഇന്ന് സ്വർഗത്തിൽ നിന്നിട്ട് ആട്ടെ ഇപ്പൊ എന്ത് ചെയ്യാനോ, അതിനിപ്പോ ഞാൻ വല്ലതും ചെയ്യാൻ നോക്കുവോ? ഒരിക്കൽ ഒരാളെന്നോട് ചോദിച്ചാ, ഒരാളല്ല ഒന്നിലധികം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒരാൾ ചോദിച്ചെങ്ങനെ, എന്റെ പൊന്മനുഷ്യ നിർത്താൻ ഒടേ തമ്പനാ ഇത് ആർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു, അവർക്കൊക്കെ കിട്ടും, ഇപ്പൊ ഞാൻ അതിന് ഊച്ചി മുത്തിരുന്ന കാര്യം വന്നപ്പോ മനസ്സിലായി. അത് അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാ കേട്ടെ, അങ്ങനല്ല. ദൈവം കുറെ പേർക്ക് വേണ്ടി സ്വർഗവും കുറെ പേർക്ക് വേണ്ടി നരകവും വിധിച്ചങ്ങ് വെച്ചേക്കൊന്നുമല്ല. അങ്ങനാണെങ്കിൽ പിന്നെ മനുഷ്യനെ ന്യായം വിധിക്കാൻ ദൈവത്തിന് അധികാരമില്ലാതെ വരും, അവകാശമില്ലാതെ വരും. അധികാരം ഉണ്ടാവും, അവകാശം ഇല്ലാതെ വരും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആർ യു വിത്ത് മീ? If you don't have responsibility, you are not liable for judgment. Right? തീർച്ചയായിട്ടും. ഒരു ഉദാഹരണം പറയാം. ഒരിക്കലും ഒരു ഓഫീസിൽ ഇച്ചിരി പണത്തിന്റെ തിരിമറി നടന്നു.
ഒരു ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി ഉണ്ടായി. ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി ഉണ്ടായപ്പോൾ കാര്യങ്ങൾ വന്നെല്ലാം എൻക്വയറിക്ക് വന്ന ആ വലിയ ഓഫീസർ കാര്യങ്ങളെല്ലാം 1-2 ദിവസം കൊണ്ട് അവിടെ ആളുകളെ കുറിച്ച് എല്ലാ ആളുകളെല്ലാം ഇന്റർവ്യൂ ചെയ്ത് കാര്യങ്ങളെല്ലാം നോക്കി എല്ലാം പരിശോധിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം റിപ്പോർട്ട് തയ്യാറാക്കുക. റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഒരു സ്റ്റെനോഗ്രാഫറെ അദ്ദേഹത്തിന്റെ സർവീസിൽ വിട്ടുകൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെനോഗ്രാഫർ ഇദ്ദേഹം പറയുന്ന ഷോർട്ട് ഹാൻഡിൽ എഴുതിയെടുത്ത് ടൈപ്പ് ചെയ്യുക. അപ്പം അതിന് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുക. അതിനകത്ത് ഹെഡിന് അതിനെക്കുറിച്ച് അയാളുടെ പേര് എഴുതിയിട്ട് താഴെ ഹി ഈസ് ദി ചീഫ് ഓഫ് ദി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. അതായിരുന്നു ആദ്യം പറഞ്ഞത്. അവർ എഴുതിയെടുത്തു. പക്ഷെ ഈ സെക്രട്ടറി ടൈപ്പ് ചെയ്തപ്പോൾ ഒരക്ഷരം മാറിപ്പോയി. സിക്ക് പകരം ടി ആയിപ്പോയി. മനസ്സിലായോ? ഇത് നോക്കാതെ ഈ എൻക്വയറിക്ക് വന്ന ഓഫീസർ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കി സൈൻ ചെയ്തങ്ങ് വിട്ടു. സൈൻ ചെയ്ത് വിട്ടപ്പം ഇതാ ചെന്നിരിക്കുന്നു ഹി ഈസ് ദ തീഫ് എന്ന് വന്നു കഴിഞ്ഞു. അപ്പം പണത്തിന്റെ തിരിമറിയ ഇനി പിന്നെ വേറൊന്നും. The enquiry commission has pinpointed the thief. ഒടുവിൽ പ്രശ്നമായി. ഇത് റിപ്പോർട്ട് കോപ്പി കൊടുത്തപ്പോൾ അയാൾ തീഫ്. ഷോക്ക് മീൻസ് മാനനഷ്ടത്തിന് കേസ് പ്രശ്നമായി. പ്രശ്നമായിട്ടും ശിക്ഷിക്കപ്പെട്ടത് ഒപ്പിട്ട ഓഫീസറാണ്. തെറ്റ് ചെയ്തത് സ്റ്റെനോഗ്രാഫർ. കാര്യം എന്താ? സൈൻ ചെയ്തയാളാണ് റെസ്പോൺസിബിൾ. നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും ന്യായവിധി ഉണ്ടാകില്ല. Unless we are responsible for our eternity, we won't be judged. അപ്പൊ നമ്മളിപ്പോ ആയിരിക്കുന്ന ഈ പ്രതിസന്ധി in this crisis we are responsible. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും. ഒന്നാമത്തെ കാര്യം നിത്യയുടെ കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ കോട്ടയത്ത് കുറെ സഹോദരങ്ങൾ ഇപ്പൊ തീരുമാനിച്ചിരിക്കുക. ഞങ്ങളിപ്പോ കുറെ ആളായിട്ട് പറയും. ഞാൻ ഒന്നും യോഗങ്ങൾ പറയുകയും ചെയ്തു. ഞങ്ങള് ആരെ കണ്ടാലും ഇപ്പൊ ഇനി ചോദിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സ്നേഹിത, നിത്യതയുടെ കാര്യം എന്തായിരുന്നു? വാട്ടപ്പൊടി ഇറ്റേണിറ്റി. നിത്യതയുടെ കാര്യം എന്തായി? നമ്മൾ ആളുകൾ കാണുമ്പോൾ ചോദിക്കും ജോലിയുടെ കാര്യം എന്തായി, വീസയുടെ കാര്യം എന്തായി, കൊച്ചിന്റെ കല്യാണക്കാര്യം എന്തായി, വീട് പണിയുടെ കാര്യം എന്തായി, ഇല്ലേ? അതെല്ലാം ചോദിക്കും. അതൊക്കെ ചോദിച്ചോ? അതിനു മുമ്പ് ആദ്യം ചോദിക്കേണ്ട കാര്യം നിത്യതയുടെ കാര്യം. വളരെ ഗൗരവമായ സഹോദരങ്ങൾ. നമ്മൾ വിചാരിക്കുന്നുണ്ടെന്നോ? നോക്കട്ടെ, ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കപ്പോൾ ഇങ്ങനെ ലളിതമാക്കുക. We are destined for eternity and we are responsible. മനസ്സിലായി? പക്ഷേ അങ്ങനെയാണെങ്കിൽ what should I do? What can I do? How can I know? What should I do? It's the word of God. ദൈവവചനമാണ് ഉത്തരം തരുന്നത്. മനസ്സിലാക്കണം. ഈ ദൈവവചനത്തെ തന്നെ ഒരു കാര്യം ഓർക്കണം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്. ഒരു ന്യായശാസ്ത്രി വന്നെന്റെ കർത്താവിനോട് ചോദിച്ചു, ഗുരു, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ എന്നാ വേണമെന്ന് ചോദിക്കുന്നത് അല്ലെ? നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ലൂക്കോസ് 10:25 മുതല. അപ്പൊ നിങ്ങളൊക്കെ വായിച്ചാൽ ഞാൻ അവിടെ നിൽക്കുന്നില്ല അധികം. നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പം കർത്താവ് ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചു. ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എങ്ങനെ? അതെന്നാ എഴുതിയിരിക്കുന്നു അല്ലാതെ വായിക്കാം? മനസ്സിലായില്ലേ? എന്ത് എഴുതിയിരിക്കുന്നു എന്ന് ചോദിച്ചാ പോരായോ? എന്ത് എഴുതിയിരിക്കുന്നു നീ എങ്ങനെ വായിക്കുന്നു? എഴുതിയിരിക്കുന്നു അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? വായിക്കാം. ഇവിടെ പറഞ്ഞാൽ ഒരു നാടൻ പറച്ചിലുണ്ടല്ലോ, മനസ്സിലിരിക്കുന്ന മാനത്ത് കാണും. Haven't you heard about that? ഈ ഒരു കിളി കുക്കു കുക്കു കൂന്ന് വെച്ചോണ്ട് പോകുന്ന എന്തൊക്കെയാ വെളിയിൽ പറയാം. നിങ്ങൾ മനസ്സിൽ എന്നാ പറഞ്ഞാലും കിളി അത് പറയുന്നത്. കള്ളൻ ചക്കോട്ട, കണ്ടാ മിണ്ടണ്ട, കൊണ്ട തിന്നോട്ട്, ചക്കയ്ക്ക് ഉപ്പുണ്ടോ, എന്ത് പറഞ്ഞു നമ്മൾ എന്ത് പറഞ്ഞാലും അത് പറയുന്നത്. മനസ്സിൽ എന്നാ ഇരിക്കുന്നോ അതായിരിക്കും.
മനുഷ്യന്റെ സ്വഭാവം. അപ്പം നമ്മൾ മനസ്സിൽ എന്നാ വെച്ചോണ്ട് ഇതോട് വായിച്ചാൽ സഹോദരങ്ങളെ, അങ്ങനെ നിസ്സാരമായിട്ട് എടുക്കാവുന്ന കാര്യമല്ല. ഇത് പോയാ പോയി. ഇത് നിത്യതയുടെ കാര്യമാണ്. I hope I'm making myself clear. Lest my young friends get left out. No? I'll give an example, another example. You have heard about Shakespeare, now? Shakespeare has written some beautiful dramas, 36 of them. And four among them are very important, very, very interesting. One among them is Hamlet. You have heard about that. In Hamlet there is a passage. Polonius is an old man, and Prince Hamlet, he is in a very difficult situation. He is just moving about in a very thoughtful mode. This Polonius wanted to know what is there on the mind of this prince. So Polonius tried his level best. One day Hamlet was walking along. He was in the courtyard of the palace. He was reading a book. Polonius wanted to know what book is he reading. If he understands what book he is reading, he may be able to have an idea as to what is the thought line of the prince. So he used to see that this prince is reading this particular book. So Polonius slowly came around and asked, "Lord, what is it that thou readest?" Then, without taking his eyes from the book, he said, "Words, words, 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 words." Simply said that. Then again Polonius asked, "What do those words purport, my lord? What do those words purport?" Purport means mean. What does this mean? Then he closed his book, putting his finger there, asked him to come close. When he came close, "Look at the sky. What do you see there?" "Oh, that's a cloud." "Oh, that cloud, it just looks like a camel, no?" "Oh, it is a camel." "Just have a closer look, dear." "No, it's an elephant." "Oh, very much like an elephant." "Oh, turn around a little this side and have another look." "Oh, now it's a big eagle, no?" "All right, it's an eagle." See? Then he said, "This is it. Keeping in mind the figure of the camel, it will be like a camel. If you keep the figure of an elephant, it's an elephant. If you keep the figure of an eagle in your mind, it will appear like a eagle. Words are like that. What is on your mind, you will be reading into the words. We should not do that when it comes to the Word of God. You get me? We should have a clear, very clear picture. And we should have an unbiased approach towards the Word of God. Unprejudiced. ഒരു മുൻവിധിയും കൂടാതെ വേണം ദൈവവചനത്തോടെ ചെയ്യണം. കാര്യം നമ്മുടെ നിത്യതയെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഒരിക്കലും നമ്മുടെ മനസ്സിലിരിക്കുന്നത് പുസ്തകത്തിൽ വായിക്കരുത്. എന്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങളെ. അപ്പോൾ വചനം എന്താ നമ്മളെക്കുറിച്ച് പറയുന്നത്, നമ്മുടെ നിത്യതയെ കുറിച്ച് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. സ്തോത്രം. അപ്പൊ നമ്മുടെ നിത്യയുടെ കാര്യത്തിൽ നമ്മൾ റെസ്പോൺസിബിൾ ആണോ? അതേ റെസ്പോൺസിബിളാണ്. അപ്പൊ പല ആളുകളുടെയും വിചാരം, പുസ്തകത്തിൽ ചില വാക്യം എടുത്തിട്ട് അവർ പറയും, മുൻ നിയമിച്ചിരിക്കുകയാണ് കുറച്ചു പേരെ. വായിച്ചിട്ടുണ്ടല്ലോ, പ്രീഡെസ്റ്റിനേഷൻ. കുറച്ചുപേരെ ദൈവം നിത്യ ജീവന് വേണ്ടി നിയമിച്ചിരിക്കുക. ചില വാക്യമൊക്കെ അവരെടുക്കും. എന്തോ എടുക്കും? നിത്യതയ്ക്കായി നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എന്നൊക്കെ പറയും. എന്നാൽ വേദപുസ്തകം നമ്മൾ ആ ഒരു കൊച്ചൊരു ഭാഗം മാത്രം എടുക്കരുത്. നമ്മൾ വേദപുസ്തകത്തെ
അതിന്റെ ആ ഉപദേശം നന്നായി മനസ്സിലാക്കണം. ഞാൻ ഒന്ന് രണ്ട് വാചകം അവിടെ പറഞ്ഞേച്ച് മുമ്പോട്ട് പോകാം. വേദോസ്തവം പറയുന്നത് സർവജ്ഞാനിയാണ് നമ്മുടെ ദൈവമെന്നാണ്. അറിയാമല്ലോ, ദൈവം സർവജ്ഞാനിയാണ്. ആദിയിൽ നിന്ന് അവസാനം അറിയുന്ന ദൈവം ആരൊക്കെ എങ്ങനൊക്കെ ആകും എന്ന് അറിയുന്നു. എന്നാൽ ആരൊക്കെ എങ്ങനൊക്കെ ആകണം എന്ന് വിധിച്ചിട്ടില്ല. കൂടെ ഉണ്ടേ? Grace is responsible grace. Freedom is responsible freedom. Christian life is a responsible life. We have a responsibility concerning our eternal life. We are not let to go scot free. You are with me, na? എന്റെ കൂടെ ഉണ്ടേ? ഉത്തരവാദിത്തപ്പെട്ട ഒരു ജീവിതമാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഒരിക്കലും നിത്യജന കാര്യത്തിൽ ചാൻസ് ഇടരുത്, ബയസ്ഡ് ആകരുത്, ഇറസ്പോൺസിബിൾ ആകരുത്. ഇത് പറയുമ്പോൾ പല ആളുകളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉദാഹരണമുണ്ട് കേട്ടോ. നമ്മുടെ യൂദയുടെ കാര്യം ഇല്ലേ, കേട്ടിട്ടുണ്ടല്ലോ? യൂദയുടെ കാര്യം. യൂദായെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി ദൈവം നിയമിച്ചതല്ലേ? എന്താ പറയുന്നു? നിയമിച്ചതാണ്. പിന്നെ അവരെ ന്യായം വിധിക്കാനൊക്കെയല്ലേ? ഞാൻ പറയാം, വേദോസ്തവം തന്നെയാ ഞാൻ പറയുന്നത്. കൂടെ വന്നേ, ദൈവം അവരെ അങ്ങനെ നിയമിച്ചിട്ടില്ല. യൂദായെ എടുത്തേ. സർവജ്ഞാനിയായ ദൈവം, എന്റെ പൊന്നു കർത്താവ്, യൂദാ കർത്താവിനെ ഒറ്റിക്കൊടുക്കും എന്നറിയാം. അതുകൊണ്ട് അവൻ ഒറ്റിക്കൊടുക്കാതിരിക്കേണ്ടതിനാണ് അവനെ തന്റെ അരുമ ശിഷ്യനാക്കിയത്. കാരണം ആയിരക്കണക്കിന് ആളുകൾ ഗുരുവിനെ പിൻപറ്റുന്നുണ്ട്. ഗുരുവിനെ പിൻപറ്റുമ്പോൾ അവരിൽ ആർക്കു വേണമെങ്കിലും ആരെ ഒറ്റിക്കൊടുക്കാം? ഗുരുവിനെ ഒറ്റിക്കൊടുക്കാം. എന്നാൽ അടുത്ത ശിഷ്യനായി കൂടെ നടന്നേച്ച് കയ്യിൽ നിന്ന് അപ്പം മേടിച്ച് നിന്ന് ഒറ്റിക്കൊടുക്കാനാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഒറ്റിക്കൊടുക്കാതിരിക്കാൻ തന്റെ ഏറ്റവും അടുത്ത ശിഷ്യനാക്കി ഫൈനാൻസസിന്റെ മുഴുവൻ ചുമതല അവനെ ഏൽപ്പിച്ചു. എന്റെ വിചാരം ഒരിക്കലും കണക്ക് ചോദിച്ചിട്ടില്ല. നോ ഓഡിറ്റിംഗ്, ഒന്നുമില്ല. പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക യൂദായ്ക്ക്. ഇനി അടുത്തത് അന്ത്യ അത്താഴ വേള വന്നു. അന്ത്യ അത്താഴ വേള വന്നപ്പോൾ കേൾക്കണേ, അന്ത്യ അത്താഴ വേള വന്നപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, എല്ലാവരും ഉണ്ടല്ലോ, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി, ഞാനോ റെഡി, ഞാനോ റെഡി, ഞാനോ റെഡി ചോദിച്ചു. ഗുരു ഒന്നും മറുപടി പറഞ്ഞില്ല. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടേ, മറുപടി ഒന്നും പറഞ്ഞു. എന്നാൽ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ പറയാം. ഗുരുവിന്റെ ആ കരുതലൊക്കെ നിങ്ങൾ ഓർക്കണം. കരുതൽ. ശിഷ്യന്മാരുടെ കാല് കഴിയ കൂട്ടത്തിൽ ആരുടെയും കാല് കഴുകി? ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയാം. എന്റെ ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, യൂദയുടെ കാല് കർത്താവ് കഴുകി അവന്റെ ആ വിരലിന്റെ ഇടയ്ക്കൊക്കെ ആ തോർത്തിട്ട് അങ്ങോട്ട് തുടയ്ക്കുമ്പോഴും അവന്റെ മടിശീലയിൽ ഇരിപ്പുണ്ട് 30. ചിലപ്പോ ഗുരു ബോധപൂർവ്വം അവന്റെ കാലൊക്കെ ഇങ്ങനെ പൊക്കിയൊന്ന് അപ്പൊ ഈ മടിശീലൊക്കെ അവന്റെ മനസാക്ഷിയിലൊരു അനങ്ങിയില്ല. നിങ്ങളൊരുവിനെ കാണിച്ചു കൊടുക്കുന്ന ഇപ്പോൾ ഞാനോ റബി അവിടെ നിന്നൊക്കെ ചോദിക്കുന്നത് ഹാവ് ഇസ് ദാറ്റ് മാൻ പീപ്പിൾ were asking from all around, but Jesus didn't give an answer. അങ്ങനെ ഇരിക്കുമ്പോ പത്രോസ് ഇച്ചിരി ദൂരെ ഇരിക്കുക, യോഹന്നാൻ മറുപടി ആയിരിക്കുക. അപ്പൊ ദൂരെ ഇരിക്കുന്ന പത്രോസ് ആംഗ്യം കാണിച്ച് യോഹന്നാനോട് ചോദിച്ചു, പുസ്തകത്തിലെ കാര്യം തന്നെയാ പറയുന്നത്. ഉടനെ പത്രോസ് ഈ ആംഗ്യം കാണിച്ച് ആരാന്ന് ചോദിച്ചപ്പോ യോഹന്നാൻ തിരിഞ്ഞു, റബ്ബി
അതാരാണെന്ന് ചോദിച്ചപ്പം ഞാൻ അപ്പക്കള്ളം ചാറിൽ മുക്കി കൊടുക്കുന്നത് തന്നെ എന്ന് പറഞ്ഞു. ഒരു കഷ്ണം അപ്പം എടുത്ത് ചാറിനകത്തോട്ട് മുക്കി ഒരു കയ്പ് ചീരിയൊക്കെ കൊണ്ട് ഒരു സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഗ്രേവി. അതങ്ങോട്ട് മുക്കിയിട്ട് കൈയെത്തുന്ന അകലത്തിൽ ഇരിപ്പുണ്ട്, തൊട്ടടുത്തുണ്ട്. അവൻ തന്നെ ശ്രദ്ധിക്കണമെന്ന് കണ്ടപ്പം കൈ അങ്ങോട്ട് നീട്ടി, അപ്പം മേടിക്കാൻ അങ്ങോട്ട് കൈ നീട്ടിയേച്ച് കടമ തീർക്കാനെന്നോണം ഞാനോ റബീന്ന് അങ്ങ് ചോദിച്ചു, ആ നീ തന്നെ അപ്പം മേടിക്കാൻ കൈ നീട്ടിയതാണ് നീ തന്നെ എന്ന് പറഞ്ഞപ്പോ വേറെ ആരായിരുന്നേലും കൈ കൂപ്പി ആ കാൽക്കൽ വീഴാം. അപ്പക്കണ്ണം വാങ്ങിച്ച് ഇങ്ങനെ അങ്ങ് നിന്ന് കാണും, സ്തംഭിച്ചു. എല്ലാവരും ഒമ്പത് ഇങ്ങനെ നിൽക്കുക. നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുന്നു പറഞ്ഞു. എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒന്നീ കാൽക്ക് വീഴാം, അല്ലേ പോകാം. തിന്നു കാണാൻ സാധ്യതയില്ല. ഇറങ്ങിയും പോയി. അത് കഴിഞ്ഞ് തോട്ടത്തിൽ ചെന്നു. അന്ത്യ അത്താഴം കഴിഞ്ഞ് കർത്തമേശ സ്ഥാപിച്ച് തോട്ടത്തിൽ ചെന്ന് ഗത്സമന തോട്ടത്തിൽ ചെന്ന് 3 മണിക്കൂറിന്റെ പ്രാർത്ഥന മിനിമം കഴിഞ്ഞു. സന്ധ്യയ്ക്കാണ് നടന്നു. ഇപ്പൊ പാതിരാത്രി കഴിഞ്ഞു. 3 മണിക്കൂർ പ്രാർത്ഥിച്ചു. അതുമൊക്കെ കഴിഞ്ഞപ്പോ ഉണ്ട് ഈ വെട്ടി ബന്ധങ്ങളുമായി പടയാളികളുമെല്ലാം ചേവരെല്ലാം കൂടി ഇങ്ങനെ വരുന്നു. പന്തമൊക്കെ പൊക്കിപ്പിടിച്ച് ഓരോ കുറ്റിച്ചെടികളിലും പുറകെ നോക്കി 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 വരിക. അപ്പൊ യേശു അങ്ങ് അടുത്തോട്ട് ചെന്ന് നിങ്ങൾ ആരെ തെരയുന്നു എന്ന് ചോദിച്ചു. യേശുവിനെ പടയാളികൾ പറഞ്ഞു. അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞു. അത് ഞാൻ തന്നെ എന്നവിടെ പറഞ്ഞത് പുറപ്പാട് 3:14 വാക്യം ഉദ്ധരിക്കുകയായിരുന്നു. ഞാൻ ആകുന്നവൻ. അത് പറഞ്ഞു കേട്ടപ്പോ പിൻവാങ്ങി പുറകോട്ട് നിലത്ത് വീണു. പേടിച്ചു നിലത്തു വീണു. എല്ലാവരും ഇങ്ങനെ നിൽക്കുക. ഒരു 2 നിമിഷം കഴിഞ്ഞു. 2 നിമിഷം കഴിഞ്ഞപ്പോ യൂദായും എല്ലാം നിൽക്കുക. യൂദാ അവിടെ ഇങ്ങനെ നിൽക്കുക. യൂദായുടെ നേരെ യേശു തിരിഞ്ഞു. പടയാളിലൂടെ കിടക്കുന്നു. യേശു തിരിഞ്ഞ്, സ്നേഹിതാ നീ വന്ന കാര്യം എന്തെന്ന് ചോദിച്ചപ്പോൾ റബീം അങ്ങനെ വന്ന് പറഞ്ഞ് കൈ നീട്ടിയപ്പോൾ കർത്താവ്, യൂരേ നീ മനുഷ്യപുത്രനെ ചുമ്മരം കൊണ്ടോ ഒറ്റി കൊടുക്കുന്നു. എന്റെ വിചാരം ഒരു ചൂട് പുറകോട്ട് നീങ്ങിയിട്ടായിരിക്കും. നോക്കണേ, അപ്പോഴാണ് അവന്റെ കാൽക്കൽ വീഴരുന്നു. റബി നീ അതും അറിയുന്നു, വാങ്ങിച്ച 30 വെള്ളിക്കാശിത ആ കാൽക്കൽ വീഴാം. റബി വാങ്ങണമെന്ന് പറഞ്ഞ് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴും ബലമായി പിടിച്ചു ഉമ്മ വെച്ചു. ബലമായി പിടിച്ചുമ്മ വെച്ചപ്പോൾ താഴെ വീട് കിടക്കുന്ന പടയാളികൾക്ക് അടയാളവാക്യം കിട്ടി. ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനാണെന്നുള്ള അടയാളവാക്യം കണ്ടപ്പോൾ ചാടി എഴുന്നേറ്റ് യേശുവിനെ പിടിച്ചു കൊണ്ടുപോയി. ഞാൻ ചോദിക്കട്ടെ, യൂദയ്ക്ക് എത്ര ചാൻസ് കിട്ടി? എത്ര ചാൻസ് കിട്ടി? യൂദയുടെ ഭീതിക്ക് ആരാണ് ഉത്തരവാദി? എല്ലാവരും കൂടുണ്ട്. Who is responsible? He himself. നമ്മളെ ആരെയും കുറിച്ച് ദൈവമൊന്നും നേരത്തെ കൂട്ടി കുറിച്ച് സീവ് ചെയ്ത് വെച്ചേക്കൊന്നുമല്ല. നമുക്ക് ഉത്തരവാദിത്വം. The whole Christian life is a life of responsibility. ഉത്തരവാദിത്വത്തിന്റെ നമ്മളത് മറക്കല്ല. സ്തോത്രം. ആട്ടെ, ഉത്തരവാദിത്വമുണ്ട്. എന്താണ് എന്റെ ഉത്തരവാദിത്വം? ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാ പദ്ധതി അപ്രോപ്രിയേറ്റ് ചെയ്യുക. എന്താണ് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന രക്ഷാ പദ്ധതി? അങ്ങനെ കൂടുതൽ വിഷയത്തിന് ആവശ്യമില്ല. നിങ്ങൾ ദൈവമക്കളാണ് ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളാരും വിചാരിക്കരുത് ദൈവം നമ്മളുടെ പാപമെന്ന പ്രശ്നത്തെ അങ്ങ് ഇഗ്നോർ ചെയ്യുവാണെന്ന്. നോ, ഗോഡ് ഡസ് നോട്ട് ഇഗ്നോർ ഓർ ഓവർലുക്ക്. വേറെ എന്തെങ്കിലും വാക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ പറഞ്ഞു. ഗോഡ് ഡസ് നോട്ട് ഓവർലുക്ക് ഓർ ഇഗ്നോർ അവർ സിൻ.
The sin issue is properly dealt with in the person of Jesus Christ. കേൾക്കണേ, സിൻ ഇഷ്യൂ എന്റെ കർത്താവ് അതിന്റെ മുഴുവൻ ഗൗരവത്തിലും ദൈവം കൈകാര്യം ചെയ്തു, അതിന് പരിഹാരം വരുത്തി. ഞാൻ ഒന്നുകൂടെ പറയാം, സഹോദരങ്ങളെ, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ, ഞാൻ പറയുന്ന വാക്കുകൾ ചുവടെ ശ്രദ്ധിക്കണേ പ്ലീസ്. രക്ഷയുടെ ഒന്നാം ഘട്ടത്തിൽ ദൈവം നമ്മുടെ പാപം ക്ഷമിക്കുന്നു എന്നല്ല പറയുന്നത്. രക്ഷയുടെ രണ്ടാം ഘട്ടത്തിലാണ് പാപക്ഷമ എന്ന വാക്ക് തിരുവെഴുത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. രക്ഷയുടെ ഒന്നാം ഘട്ടത്തിൽ, അല്ലെങ്കിൽ രക്ഷയ്ക്ക് 3 ഘട്ടങ്ങൾ ഉണ്ടെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടേ? രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, രക്ഷിക്കപ്പെട്ടു. ഒന്നാമത്തിന് നീതീകരണമെന്നും, രണ്ടാമത്തിന് വിശുദ്ധീകരണമെന്നും, മൂന്നാമത്തിന് തേജസ്കരണമെന്ന് പറയുന്നു. ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ. 3 ഘട്ടങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ ജസ്റ്റിഫിക്കേഷൻ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് 6 വാക്കുകൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ 6 വാക്കുകളുണ്ട്. I'll tell the 6 Malayalam words because I am more conversant with the Malayalam edition. But well, മാത്രമല്ല, മലയാളം മാത്രമല്ല, even the Greek text has 6 different words. ഞാൻ പറയാം, ശ്രദ്ധിച്ചേ. ഒന്ന്, പാപം ക്ഷമിക്കുന്നു എന്നല്ല പറഞ്ഞേക്കുന്നത്, പാപം മോചിക്കുന്നു എന്നാണ്. പാപം മോചിക്കുന്നു. 2, പാപം പരിഹരിക്കുന്നു. 3, പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുന്നു. 4, പാപത്തിന് നീക്കുപോക്കുണ്ടാക്കുന്നു, പാപം പോക്കുന്നു. 5, പാപം മായ്ക്കുന്നു. 6, പാപം മറയ്ക്കുന്നു. ഈ ക്ഷമിക്കുന്നതും മോചിക്കുന്നതും രണ്ടാ. ഞാൻ വ്യക്തമാക്കാം, അതിന്റെ കൂടെ വരണേ നിങ്ങൾ. നമ്മൾ വഞ്ചിക്കപ്പെടരുത്. കേട്ടെ? പാപമോചനം, പാപത്തിന് പരിഹാരം, പാപത്തിന് പ്രായശ്ചിത്വം, പാപത്തിന് നീക്കുപോക്ക, പാപം മായ്ക്കുക, പാപം മറയ്ക്കുക. 6 വാക്കുകൾ ആണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ ക്ഷമിക്കുന്നതും മറയ്ക്കുന്നതും പരിഹരിക്കുന്നതും ഒക്കെ തമ്മിൽ എന്നാ വ്യത്യാസം? There's a lot of difference. പറയാം സഹോദരങ്ങളെ, ഈ ക്ഷമിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു നീതി നിഷേധമുണ്ട്. ഉദാഹരണമൊക്കെ പറഞ്ഞ് വ്യക്തമാക്കി തന്നെ പറയാൻ എളുപ്പമുള്ള, മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഒരു ഉദാഹരണം പറയാം. കൂടെ തന്നെ സപ്പോസ് വെറും സങ്കല്പം, I took a lakh of rupees as a loan from my friend the Fini. Suppose എന്റെ സ്നേഹിതനോട് ഞാൻ 1,00,000 രൂപ കടം മേടിച്ചു. ഒരു പ്രോമിസറി നോട്ടും എഴുതി കൊടുത്തു, ഒരു ചെക്കും കൊടുത്തു. 1 വർഷം അവധി പറഞ്ഞേക്കുക. 1 വർഷം കഴിഞ്ഞ് ഞാൻ കൊടുത്തില്ല. 1.5 വർഷമായി കൊടുക്കാഞ്ഞപ്പോ പിന്നെ എന്നോട് ചോദിച്ചു, ശിവദാസനെ എന്റെ കാശിന് പറഞ്ഞു എന്റെ ഉണ്ടാകും ഞാൻ കേട്ടോ. പിന്നെ ഒരു 6 മാസം 2 വർഷമായിട്ട് കൊടുക്കുന്നത്. പിന്നെ എന്നെ ഓർമ്മിച്ചു, ഞാൻ പറഞ്ഞില്ലേ എന്റെ 2ാം മിനിറ്റ് വന്ന് എന്താണ് ഒരു 10 പൈസയും മേടിച്ചു, സമാധാനം തരും. അവിടെ ഇതിൽ ഞാൻ ചൂടായി. സപ്പോസ് അതുകൊള്ളാമല്ലോ, അദ്ദേഹം വളരെ ഞെരുങ്ങുന്നു, ഞാൻ നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. എന്റെ ചെക്കും പ്രോമിസർ നോട്ടും ഉണ്ട്. പോലീസിൽ പരാതിപ്പെട്ടേക്കാം. അദ്ദേഹം പോലീസിൽ പരാതിപ്പെടാൻ പോകുന്നു എന്നുള്ളത് ഞങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട്സ് ഒത്തിരി പേര് അറിഞ്ഞു. നോക്കണേ, ജിജി അറിഞ്ഞു, സിഞ്ചൻ അറിഞ്ഞു, ടിങ്കു അറിഞ്ഞു, ഒത്തിരി പേരറിഞ്ഞു. ഇവരെല്ലാം അയ്യോ എന്റെ പിന്നെ ആ ഉദ്ദേശിയെ പോലീസ് പിടിച്ച ആളുകളോട് നിങ്ങളുടെ കാശ് കിട്ടും, അങ്ങ് ക്ഷമിക്കും, ദൈവം നന്നല്ല ഉള്ളോ ഉടനെ നമ്മളെ തരൂപേ, ക്ഷമിക്കും. പിന്നെ ഏട്ടം വരെ പിടിക്കുക. ഇവരം സ്വസ്ഥത തരികയല്ല. അവസാനം എന്തായാലും ക്ഷമിച്ചേക്കാം. അത് എന്നെ വിളിച്ചു,
ദേവദാസനെ ഞാനത് ക്ഷമിച്ചേക്കുന്നത്. അപ്പോഴും അദ്ദേഹം ഞെരുങ്ങുകയും ഞാൻ ആവശ്യം കളിക്കുകയും. അപ്പൊ അവിടെ ഒരു നീതി നിഷേധമില്ലേ? എന്നാ മറ്റൊരു സങ്കല്പം, മറ്റൊരു സാഹചര്യം. അത് കഴിയുമ്പോൾ പിന്നെ കൊള്ളാമല്ലോ, നിങ്ങൾ 25 രൂപ ഉണ്ടല്ലോ, എനിക്കൊരു സമാധാനം തരാതെ നിങ്ങളെന്താ ഈ പറയുന്നേ? അങ്ങ് ക്ഷമിക്കുന്നു പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ക്ഷമിക്കാം. പക്ഷേ അത്ര നിസ്സാരമൊന്നും ഇത്. എനിക്ക് വളരെ ഞെരുക്കമുണ്ടെന്നേ. നിങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യും. ഞാൻ ചിലപ്പോൾ ഇങ്ങോട്ട് പിന്നെ വേണം. ഓക്കെ, താങ്ക് യു. ശ്രദ്ധിച്ചേ. അപ്പോ ഉടനെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 10-25 പേരുണ്ടല്ലോ, അവിടെ നിങ്ങളെല്ലാം കൂടി ഇച്ചിരി പൈസ ഇട്ടാലേ ഞങ്ങളുടെ കാര്യം നടക്കും. എടാ, അതൊരു ഐഡിയ ആണല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ ഒരാൾ പറഞ്ഞു, അടുത്തൊരു ഐഡിയ കൊള്ളാം, ഞാൻ 5000 രൂപ വന്നേ. അടുത്തുള്ള ഞാൻ 5000. പെട്ടെന്ന് 20 പേര് 5000 രൂപ. ആഹാ, 20 പേര് 5000 ഇട്ടപ്പോഴത്തേന് പരിപാടി എന്ന് കൊണ്ടുവരാം. അടുത്ത 1-ാം തീയതി വന്നു. 20 പേരും കൂടി ഒന്നിച്ചുകൂടി 5000 രൂപ അങ്ങോട്ട് ഇട്ടു. 1,00,000 രൂപ. പിന്നെയും എന്നെ വിളിച്ചിട്ടുണ്ട്. വന്നു ഉടനെ ഒരാള് ഈ 1,00,000 രൂപ കയ്യിലിങ്ങോട്ട് വാങ്ങിച്ചു, എന്റെ കയ്യിലോട്ടിങ്ങ് തന്നു. കേൾക്കണേ, എന്റെ കയ്യിലോട്ട് വന്നപ്പോ ഞാൻ തല കുനിച്ച് 2 കൈയിൽ നീട്ടി അത് വാങ്ങിച്ച് പിന്നീട് കയ്യിലോട്ടാണ് കൊടുത്തു. പിന്നെ അത് വാങ്ങിച്ചേച്ച് ആ ചെക്കും പ്രോമിസ് നോട്ടും എന്റെ കയ്യിലോട്ടേക്ക് തന്നു. അപ്പൊ എന്റെ കയ്യിലോട്ട് തന്ന ചെക്കും പ്രോമിസ് നോട്ടും എന്റെ പണം തന്ന സഹോദരയിലൂടെ ഞാൻ കൊടുത്തു. അദ്ദേഹം ഉപദേശിക്കെതിരായുള്ള രേഖയാണ്, നമുക്ക് കീറിക്കളഞ്ഞേക്കാം. ഓ ആയിക്കോട്ടെ, അന്നേരം കീറി ചുരുട്ടി. അവിടെ ഒരു പരിഹാരമുണ്ടായി. ശരിയല്ലേ? എന്തുണ്ടായി? ഒരു പരിഹാരം. ഓവർലുക്കിംഗ് അല്ല, സൊല്യൂഷൻ. The problem is solved. അതാണ് മോചനം, അതാണ് പ്രായശ്ചിത്തം, അതാണ് പരിഹാരം, അതാണ് നീക്കുപോക്ക്. മനസ്സിലാവുന്നുണ്ട് സഹോദരൻ? അപ്പൊ ഞാൻ അതിനകത്തൊരു പാർട്ടിയാകണം. സങ്കല്പിച്ചേ നമ്മൾ പിന്നെയും വന്നു 1,00,000 രൂപ കളക്ട് ചെയ്തു. അപ്പൊ കാശ് എന്തെല്ലോട്ട് തരിക, കാശ് എന്തെല്ലോട്ട് തരാൻ പറഞ്ഞപ്പം പിന്നെ ഞാൻ 1,00,000 രൂപ ഒരാളാണ്, അത് ഞാൻ അങ്ങോട്ടേ പിന്നെ അങ്ങ് മേടിച്ചു. മനസ്സിലായോ? എനിക്ക് പണത്തിന് ആവശ്യമുണ്ടതുകൊണ്ട് ചിലപ്പോ അദ്ദേഹം പൈസ അങ്ങ് മേടിക്കും. പക്ഷെ പൈസ മേടിച്ചാലും ചെക്കും പ്രോമിസിനോട്ട് കൈ വെച്ചു. ഇല്ല, മനസ്സിലാവുന്നുണ്ടേ സഹോദരങ്ങളെ? ഞാൻ തല കുനിച്ച് കൈ നീട്ടി അത് വാങ്ങിച്ച് അത് കൊടുക്കാൻ, ഐ ഷുഡ് ഗെറ്റ് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ ട്രാൻസാക്ഷൻ. ഐ ഷുഡ് ബിക്കം എ പാർട്ടി ഇൻ ഇറ്റ്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടേ. ഞാൻ അതിനകത്തൊരു പാർട്ടിയാണ്. ഇതാണ് യേശുവിന്റെ മരണം എന്റെ മരണമെന്ന് അംഗീകരിക്കുന്നു. ഹൃദയം കൊണ്ട് അംഗീകരിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞു ആ മരണത്തിൽ പങ്കാളിയാകണം. ആ മരണത്തിൽ പങ്കാളിയാകാൻ ദൈവം നിയമിച്ചിരിക്കുന്ന സുപ്രധാനമായൊരു ചുവടാണ് വിശ്വാസാനന്തരമുള്ള ജനസ്നാനം. റോമാലേഖനം 6-ാം അധ്യായം 2 മുതൽ വായിക്കുമ്പോൾ അനേക തിരുവചന ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. റോമാലേഖനം 6-ാം അധ്യായം 2 മുതൽ വായിക്കുമ്പോൾ എന്താ അവിടെ കാണുന്നത്? പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാവാൻ
സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? വായിച്ചോളൂ. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി ചേർന്ന് സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. 7-ാം വാക്യം. അങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. താങ്ക് യു. എത്ര പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്? പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നില്ല. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരുടെ മരണത്തിൽ പങ്കാളികളാകാൻ സ്നാനമേറ്റിരിക്കുന്ന അറിയുന്നില്ലയോ? അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളികളായിട്ടുള്ള സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചൊരു വിധാനം വഴിയാൽ ജീവിച്ചു നാം ജീവന പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ അവന്റെ മരണത്തിന് സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാന സാദൃശ്യത്തോട് ഏകീഭവിക്കും. 7-ാം വാക്യം. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം ആവർത്തിച്ച് പറഞ്ഞിരിക്കുക. സ്തോത്രം. കേൾക്കണേ സഹോദരങ്ങളെ, സ്തോത്രം. ആ മരണത്തോട് ഏകീഭവിക്കണം. കാരണം അതിനകത്ത് വലിയ ദൈവനീതിയുടെ നിവൃത്തിയുണ്ട്. നമ്മൾ നിസ്സാരമായിട്ട് കണക്കാക്കില്ല. ദൈവനീതിയുടെ നിവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ഒരു പ്രമാണവും നീങ്ങുകയല്ല, നിവർത്തിക്കപ്പെടുകയുള്ളൂ. സ്തോത്രം. വായിക്കാൻ എനിക്ക് രസം തോന്നുന്നു. മേദ്യരുടെയും പാർസികരുടെയും നീക്കമില്ലാത്ത നിയമം വായിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞാൽ മേദ്യരുടെയും പാർസിയുടെയും നിയമത്തിന് നീക്കമില്ല. നമ്മുടെ ദാനിയേലിന്റെ കാര്യാവേശിന് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ ദാനിയേൽ രേഖ എഴുതിപ്പിച്ചു, രേഖ എഴുതിച്ചു. മറ്റുള്ളവരുടെ വഞ്ചനയിൽ കുടുങ്ങി രേഖ എഴുതി കഴിഞ്ഞു. ദാനിയേൽ 3 പ്രാവശ്യം പഴയതുപോലെ പോയി പ്രാർത്ഥിക്കുക. അപ്പൊ ഓടി വന്നു വരും. അതേ നിയമപ്രകാരം തന്നെ അവൻ തെറ്റാ ചെയ്യുന്നത്. തെറ്റായി എന്ന് പറഞ്ഞപ്പോൾ ദാനിയേലിനെ രക്ഷിക്കുവാൻ രാവിലെ തുടങ്ങി സന്ധ്യ വരെ ദാര്യാവേ സകല പ്രയത്നവും കഴിച്ചു. രാവിലെ തുടങ്ങി സന്ധ്യ വരെ സകല പ്രയത്നവും കഴിച്ചു. പക്ഷെ അവരൊന്നും പറഞ്ഞത് ഒരു കാര്യ അത് ആരൊക്കെയല്ലെന്ന് പറഞ്ഞു. സ്തോത്രം. നോക്കണേ, സ്തോത്രം. രാവിലെ തുടങ്ങി സന്ധ്യ വരെ സകല പ്രയത്നവും കഴിച്ചിട്ട് വായിച്ചു. ഞാൻ പറഞ്ഞ പുസ്തകത്തിലുള്ളത് തന്നെയാ. ദാനിയേൽ പുസ്തകം 6-ാം അധ്യായം 14-15 വാക്യം വായിച്ചേ. രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വിഷമിച്ചു. ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സ് വെച്ചവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു. എന്നാൽ ആ പുരുഷന്മാർ രാജാവിന്റെ അടുത്ത് ബന്ധപ്പെട്ട് ചെന്നു. രാജാവ് ഉറപ്പിക്കുന്ന ഒരു വിരോധ കൽപ്പനയോ നിയമമോ മാറ്റിക്കൂടാ. എന്നിങ്ങനെയാകുന്ന മേദ്യരുടെയും പാർസികളുടെയും നിയമം എന്ന് ബോധ്യമായിരിക്കണമെന്ന് രാജാവോട് ഉണർത്തിച്ചു. കേട്ടോ, മനസ്സില്ല മനസ്സോടെ ദാനിയേലിനെ കൊണ്ടുവന്ന് this is even the secular state has that binding rules. ഒരു നിയമം ഉണ്ടായാൽ അത് മാറാതെ, ആ നിയമം ഉണ്ടാക്കിയവർ തന്നെ അത് മാറ്റാതെ നിയമത്തിന് നീക്കമില്ല. നിയമത്തിന് നീക്കമില്ല, നിവൃത്തിയേ ഉള്ളൂ. കേൾക്കുന്നേ? ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സാഗരവും നിവൃത്തിയാകുവോളം വള്ളിയെങ്കിലും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നതൊരു നിയമമാണെങ്കിൽ, മരണം പാപിയുടെ മേൽ വിധിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ അതിന് നീക്കമില്ല. പക്ഷെ എന്തുകൊണ്ട്? നിവൃത്തിയുണ്ട്. It won't get cancelled, but it gets fulfilled. നീക്കമില്ല, നിവൃത്തിയുണ്ട്. അപ്പോൾ മരണം എന്നെ വിധിച്ചിരിക്കുന്നെങ്കിൽ എന്റെ സ്ഥാനത്ത് യേശു മരിച്ചു. യേശുവിന്റെ മരണം എന്റെ മരണമെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വായ് കൊണ്ട് ഏറ്റു പറഞ്ഞു. ആ മരണത്തിൽ പങ്കാളിയാകാൻ നിയമിക്കപ്പെട്ട വിശ്വാസാനത്തിലുള്ള ജലസ്നാനത്തിൽ കർത്താവിനെ അനുസരിച്ചു. സ്തോത്രം. മരണത്തോട് ഏകീഭവിച്ചു, ക്രിസ്തുവിലായി. അതാണ് ഗലാത്യർ 3:27 വായിക്കുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം വെച്ചാൽ നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിലാകുക എന്നാ പറയുന്ന ഒരു വ്യക്തി. ക്രിസ്ത്യാനി ആകുക എന്നല്ല പറയുന്നത്.
ക്രിസ്ത്യാനി അതുകൊണ്ടാണ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കുന്നു, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അത് ചെല്ലു പറയാം, അപ്പൊ സ്നാനപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ശിക്ഷാവിധിയിൽ അകപ്പെടുന്ന വിശ്വസിക്കാതെ. എന്റെ സഹോദരങ്ങളെ, അത് വെറും ഒരു സിമ്പിൾ ഗ്രാമറാണ്. തത്തുല്യമായ ഒരു പ്രയോഗം ഞാൻ പറയാം. പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്താൽ പാസ്സാകും, പഠിക്കാത്തവൻ പാസ്സാകില്ല. പിന്നെ പരീക്ഷ എഴുതാത്തവരെന്ന് പറയേണ്ട കാര്യമില്ല. പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്താൽ പാസ്സാകും, പഠിക്കാത്തവൻ പാസ്സാകില്ല. ചേർന്ന് പോകുന്ന ഗ്രീക്കിൽ, കൊയിനെ ഗ്രീക്കിൽ വളരെ ക്ലിയറാണ്. രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത് അത് പഠിക്കാത്തവൻ പരീക്ഷ എഴുതിയാലും പാസ്സാകില്ല. നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവനീതിയുടെ നിവൃത്തിയാണ്. The divine decree gets fulfilled in us when we go down in the waters of baptism. We get identified with him in his death, in his burial, and when we come out of the waters, we become identified with him in principle with his resurrection for a new life, in the newness of life, a spiritual life. We start living in Christ. We no longer are considered the old person, but a new created person. That's what the word of God says. 2 Corinthians 5:17. He who is in Christ is a new creation. ഒരുത്തൻ ക്രിസ്തുവിനാൽ അവൻ പുതിയ പഴയത് കഴിഞ്ഞുപോയി. സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടുത്തെ മുനിസിപ്പ് കോടതി ഒരു വിധി പറഞ്ഞാൽ അതിന് മേളിലൊരു കോടതി അത് ക്യാൻസൽ ചെയ്ത് നിങ്ങൾ നടപ്പാക്കിയല്ലേ? തീർച്ചയായിട്ടും നടപ്പാക്കും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവകോടതി പാപിയുടെ മേൽ മരണം വിധിച്ചാൽ നീങ്ങുകയില്ല. അത് അവന് എന്ത് ചെയ്യണം? അവനത് നിവർത്തിക്കപ്പെടുന്ന സ്തോത്രം സുപ്രധാനമായ ചുവടാണ് വിശ്വാസാനന്തരമുള്ള ജലസ്നാനം. പറഞ്ഞത് മനസ്സിലായി വിശ്വസിക്കാം. അതുകൊണ്ടാണ് രക്ഷാ സന്ദേശത്തിന്റെ പിരിയാത്ത ഘടകമാണ് സ്നാനോപദേശം. അതുകൊണ്ടാണല്ലോ ഷണ്ണനോട് ഫിലിപ്പോസ് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ യെശയ്യാ 53 ആധാരമാക്കി യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു എന്നേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോ ഇതാ വെള്ളം, സ്നാനം നിൽക്കുന്നതിന് എന്ത്? അപ്പൊ സുവിശേഷത്തിൽ എന്താ ഉണ്ട്? സ്നാനം മാറ്റി വെച്ചോണ്ടൊരു സുവിശേഷമില്ല. ദൈവനീതി നിവർത്തിയപ്പം സുവിശേഷ സന്ദേശം നോക്കണേ. എന്റെ സൗകര്യം ഇന്ന് റോമാലേഖനം വായിക്കണം കേട്ടോ. റോമാലേഖനം വായിക്കണം. എന്താണെന്നറിയണോ? ദൈവത്തിന്റെ നീതി രക്ഷാപദ്ധതിയിൽ വെളിവാക്കപ്പെട്ടിരിക്കുന്ന ദൈവനീതിയുടെ വിശദീകരണമാണ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ട്രീറ്റീസ് wherein the justice of God manifested in the way of salvation is delineated, described in all details. ദൈവനീതി രക്ഷാപദ്ധതിയിൽ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നത് വിശദീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് 3:25 നമ്മൾ വായിച്ചാൽ റോമാലേഖനം 3:25 നമ്മൾ വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പരച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമേൽ മുൻകഴിഞ്ഞ കാലങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നതിനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തത്. കേട്ടോ, ദൈവം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാനാണ് പുത്രനെ യാഗമാക്കിയത്, ആ നീതിയോട് ഏകീഭവിക്കുവാൻ. മനസ്സിലായോ? See, the grace of God does not contradict the justice of God. Because grace is a grace of responsibility. Freedom is not licentiousness. Freedom is responsible freedom. Grace is not licentiousness. Grace is responsible. Grace brings with it responsibility. അങ്ങനെ ക്രിസ്തുവിനൊരു പുതിയ സൃഷ്ടിയായി. അങ്ങനെ ദൈവനീതി നമ്മളിൽ നിവർത്തിക്കപ്പെട്ടു. ഹല്ലേലൂയ. ക്രിസ്തുവിനൊരു പുതിയ പഴയത് പുതിയ സൃഷ്ടിയായി. സ്തോത്രം. പുതിയ സൃഷ്ടിയായി തീർന്നു കഴിഞ്ഞാൽ കേൾക്കണേ, പുതിയ ജീവിത രീതി. പക്ഷേ പുതിയ ജീവിതം നമ്മൾ ഉണ്ടാകുമെന്നുള്ളത് സ്തോത്രം ഉണ്ടാകണം എന്നുള്ള ദൈവത്തിന്റെ നിയമമാണ്.
പക്ഷെ നമ്മൾ പിന്നെ ആ പഴയ ശരീരത്തിലാണ്, പഴയ പാപലോകത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത് നിങ്ങളെ തന്നെ എണ്ണുവീൻ എന്നാണ്. എന്ത് ചെയ്യണം? നിങ്ങൾ പാപത്തിന് മരിച്ചവരെന്നും നീതിക്ക് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. നമ്മളെ അങ്ങനെ പരിഗണിക്കേണ്ടതാണ്. നമ്മളെപ്പോഴും നീതിക്ക് ജീവിക്കുന്നവരാണെന്ന് ഓർത്തുകൊള്ളണം. നീതിക്ക് ജീവിക്കുന്നതെന്നുള്ളത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെടേണ്ടതുണ്ട്. അതാണ് ക്രിസ്ത്യൻ ജീവിതത്തിന് രണ്ടാം ഘട്ടത്തിലേക്കൂടെ പ്രവേശിക്കുക. ഈ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അപ്പൊ ഈ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വാസ്തവത്തിൽ അതുവരെ അവന്റെ ജീവിതത്തിൽ കേൾക്കണേ, അതുവരെ അവന്റെ ജീവിതത്തിൽ ഒരു ഫ്രീഡമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞ കള്ളും കുടിച്ച് ഉദ്ധാരിക്കാതെ ഇങ്ങനെ ആരും ചോദിക്കാനും പറഞ്ഞൊന്നുമില്ല. ആരാടാ എന്ന് ചോദിച്ചാൽ എന്താടാ ചോദിക്കും, അങ്ങനെ ജീവിക്കാം. പക്ഷെ രക്ഷിക്കപ്പെട്ടു കഴിയുമ്പോൾ ആരും കണ്ടില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ കുറ്റബോധമാണ്. മനസ്സിലാവുന്നു? ഉള്ളിന്റെ ഉള്ളിൽ വേദനയാണ്. മനസ്സിലാവുന്നു? സ്തോത്രം. അങ്ങനെ വരുമ്പോൾ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മളോട് സകല രീതിയും ക്ഷമിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും അവിടെയാണ് ക്ഷമ. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം. ഇവിടെയാണ് പാപക്ഷമ എന്ന ആശയം വരുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 8, 9, 10 വാക്യങ്ങളൊന്ന് വായിച്ചേക്കാം. നമുക്ക് പാപമുണ്ടായെന്ന് നാം പറയുന്നത് നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ വിട്ടു പറയുന്നത് അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവന്റെ വചനം നമ്മളില്ലാതെയായി. അതിന്റെ മേലത്തെ 7-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം കൂടെ ചേർത്ത് വായിച്ചെന്നുള്ള അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സകല പാവവും പോക്കി നമ്മെ സ്തോത്രം ശുദ്ധീകരിച്ചിരിക്കുന്നു എന്നല്ല, ശുദ്ധീകരിക്കുന്നു എന്ന കണ്ടിന്യൂസ് ടെൻസാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രസക്തി ഒരുവൻ രക്ഷിക്കപ്പെടുന്നതോടെ അവന്റെ ജീവിതത്തിൽ ഇല്ലാതെയാകുന്നോ? യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രസക്തി അവൻ രക്ഷിക്കപ്പെടുന്നതോടെ അവന്റെ ജീവിതത്തിൽ ഇല്ലാതെയാകുന്നുണ്ടോ? You have to continue to cling on the fulfilled justice of God. Stotram. Wrought through the shed blood of the Lord. Amen. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു സ്തോത്രം, കുഞ്ഞാടിന്റെ രക്തം മുഖാന്തരവും സാക്ഷിയിൽ വചനത്താലും സ്തോത്രം സാത്താനെ ജയിക്കുകയാണ്. സ്തോത്രം വായിച്ചോളൂ. 12-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിച്ചു. അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും ഞങ്ങളുടെ സാക്ഷിവചനം ഹേതുവായിട്ടും ജയിച്ചു. അത് 10 ചേർത്ത് വായിക്കണേ. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിക്കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും ഞങ്ങളുടെ സാക്ഷിവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. കണ്ടേ, നമ്മൾ കിടന്ന് ഉറങ്ങും, നമ്മളിങ്ങനെ വളരെ ഉദാസീനരായ അലസരായിട്ട് ജീവിക്കുമ്പോഴും ദി എനിമി ഈസ് ആക്റ്റീവ്. അവൻ എന്തോ ചെയ്യുക? സന്നിധിയിൽ നമുക്കൊരു ധാരണയുണ്ട് കേട്ടോ, നമ്മൾ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ അപ്പൊ യാഗം കൊണ്ട് ചേർക്കില്ല. അവൻ ഭയങ്കര അഹങ്കാരി. ഈ യോഗ്യ പുസ്തകം ഇവിടെ വാങ്ങിപ്പെട്ടു തരും. ദൈവത്തന്മാർ ദിവസം നിൽക്കാൻ ചെന്നു, കൂട്ടത്തിൽ ആരും കൂടെ ചെന്നു. കർത്താവ് നീ എവിടുന്ന് വരുവാന്ന് ചോദിച്ചപ്പോ മറുപടി എന്താ പറയുക? ഞാൻ കറങ്ങിയിട്ട് വരിക. അവിടെ നാടൻ ഭാഷ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ഇത്ര കറങ്ങിയിട്ട് വരിക. അടുത്തത്, നീ എന്റെ വാസന അയ്യോ അവന്റെ മേൽ ദൃഷ്ടി വെച്ചോ? ദൃഷ്ടി വെച്ചോന്ന് ചോദിച്ചപ്പോ അതെങ്ങനെ നോക്കുന്നത്? നീ അവനെ വേവിച്ചു വെച്ചത്.
നിങ്ങൾ ആ രംഗം നോക്കൂ. അവിടെ ചോദിക്കുന്ന കർത്താവ് ചോദിക്കുന്ന എനിക്ക് ഭയങ്കര സന്തോഷം. നീ എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ അവനെ നോക്കിയോടാന്ന്. നീ അവനെ ഒന്ന് നോക്കിയോ എന്ന് അനുഭവിക്കും എന്ന് പറഞ്ഞാൽ നോക്കണേ പോലും ആരുടെ അനുവാദം വേണം? കർത്താവിന്റെ അനുവാദം ഇല്ല. നോക്കാൻ പോലും നോക്കിയല്ല കേട്ടോ. തലേന്നൊരു മുടി വീഴുന്നതിന് പോലും കണക്കുണ്ട്. ഈ നോക്കിയെന്ന് ചോദിക്കുന്നതൊക്കെ പ്രസക്തമാണല്ലോ സഹോദരങ്ങളെ. ഞാൻ നിങ്ങൾക്ക് മനസ്സിൽ പോയല്ലോ അതിനോട് പറയാം. കല്യാണ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന മണവാട്ടി കല്യാണ നിശ്ചയം കഴിഞ്ഞിരിക്കുക. ആ മണവാട്ടി ഒരു കാശ്മീരൻ തുറിച്ചു നോക്കുന്നത് ഒരിക്കലും ആ മണവാളിന് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടുവോ? ഇല്ല. അതുപോലൊരു ബന്ധമാണ് കർത്താവിന് നമ്മളെ കുറിച്ച്. അങ്ങനെയല്ലേ വേദോസം പറയും. രണ്ടുപേരും ബന്ധം വെച്ചാൽ രണ്ടാം വായിക്കുന്നുണ്ട്. ക്രിസ്തുവിന് ഏകപുരുഷന് വിവാഹം നിശ്ചയം. നീ അവനെ നോക്കിയോ? മറുപടി എന്താ? നീ അതെന്താ അല്ലേ? ഇച്ചിരി കറങ്ങിയ ചെറുകാന്നൊന്നും നീ വരും ട്യൂഷൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോ ഒരു ഡയറക്റ്റ് റിപ്ലൈ ആണെന്ന് പറയുന്നത്. ആണോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ അങ്ങനെ മറുപടി പറഞ്ഞാൽ എന്നാവും? പല ഒരു പകരക്കാരെ പിടിച്ചോണ്ട് വന്നു. ഇവരെ പിടിച്ചോണ്ട് വന്നു. ഇവിടെ നീ എവിടുന്ന് വരാടാ? ഞാനിത് കറങ്ങി ചെറുകാന്ന് പറഞ്ഞു. അന്നേരം അടി വീഴുകയാണ്. എന്തൊരു അഹങ്കാരി. ഇവൻ എവിടെ വരെ ചെല്ലും? സ്വർഗത്തിലെ തിരുസന്നിധി വരെ അവൻ കയറി ചെന്നിട്ട് രാപ്പകൽ മനസ്സിലാവുന്നുണ്ടോ? കുറ്റം പറയുന്നു എന്നുള്ളതല്ല അതിനേക്കാൾ സങ്കടം. കുറ്റം പറയാനുള്ള കാരണം നമ്മൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. സർവജ്ഞനെ കർത്താവിനൊന്നും നുണ പറയാനൊക്കെ കാരണം ഉണ്ടാക്കുന്നു, തെറ്റുന്നു. പക്ഷെ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വന്നാൽ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി തങ്ങളുടെ സാക്ഷിയും കർത്താവേ എനിക്ക് തെറ്റ് സംഭവിച്ചു, എന്റെ പാപത്തിന് പരിഹാരമായ പുത്രന്റെ പ്രായശ്ചിത്ത രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. അതുകൊണ്ടാണ് യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? യേശുവിന്റെ രക്തം ജയം. എന്റെ പ്രായശ്ചിത്തത്തിനോ ചിന്തപ്പെട്ട എന്റെ യേശുവിന്റെ രക്തം ജയം. We can claim victory in the name of the Lord Jesus Christ. You see, claiming victory in the blood of the Lord Jesus. Amen. ഒന്നുമില്ലെന്ന് പറഞ്ഞ പാപമില്ലെന്ന് പറഞ്ഞിട്ട് പോയാൽ അവനെ അസത്യവാദി നമ്മളേറ്റു പറയുന്നു. ഉണ്ടേ സഹോദരൻ? രക്ഷയുടെ രണ്ടാം ഘട്ടം അന്നേരമാണ് എന്ത്? ക്ഷമ. പാപം ക്ഷമിക്കുന്നു. പുത്രന്റെ നാമത്തിൽ ഇവന്റെ പാപത്തിന് എന്ത് ചെയ്തിരിക്കുകയാണ്? ടോട്ടൽ പരിഹാരം വരുത്തിയിരിക്കുന്നതിനാൽ. മനസ്സിലായോ? അവരേറ്റ് പറയുമ്പോൾ, രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം ക്ഷമിക്കും. അത് രക്ഷയുടെ രണ്ടാം ഘട്ടത്തിൽ തുടർച്ചയായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്തോത്രം. സൂക്ഷ്മതയോടെ ജീവിതം, ക്രിസ്തീയ ജീവിതത്തെ പലതിനോട് ഉപമിച്ചിട്ടിരിക്കുന്നതിൽ രണ്ട് പ്രധാന കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്ന്, മത്സര ഓട്ടം അല്ലേ? പിമ്പിലുള്ളതിനെ മറന്നും മുമ്പിലുള്ളതിനായി നിങ്ങൾ നോക്കിക്കാൻ നിൽക്കുന്ന ഓട്ടക്കാരനെ നിൽക്കുന്നുണ്ട്. ശരിയിലേക്ക് വഴിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ രാവിലെ എക്സർസൈസിന് വേണ്ടി ജോഗി ചെയ്യുന്ന പോലല്ല മത്സര ഓട്ടക്കാരൻ. രണ്ട്, യുദ്ധക്കളത്തിലാ യുദ്ധക്കളത്തിൽ moments carelessness can risk his life. Constant vigil. അതാണ് കർത്താവ് ഉണർന്നിരിപ്പീൻ. വായിച്ചിട്ടില്ലേ? പൗലോസ്ലീഹ ഗുരുതരത്തെ പറയുകയാണ്, ഉണർന്നിരിപ്പീൻ, വിശ്വാസം നിലനിൽപ്പീൻ, ഒരു ശബ്ദം കാണിപ്പീൻ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുകയും സ്നേഹത്തിന് യോജിച്ചതായിരിക്കും. ദൈവസ്നേഹത്തിനും അന്യോന്യമുള്ള സ്നേഹത്തിനും യോജിച്ചായിരിക്കണം സകല പ്രവർത്തനം.
ജാഗ്രതയായിരുന്നു കൊള്ളണം. രക്ഷയുടെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് രക്ഷയുടെ ഒന്നാം ഘട്ടം നമുക്ക് സൗജന്യമായി ലഭിക്കുന്നതാണെങ്കിലും രക്ഷയുടെ രണ്ടാം ഘട്ടത്തെ കുറിച്ച് പറയുന്നത് വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ എന്നാണ്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേക്കാമോ? ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2:12. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ രക്ഷയ്ക്കായി. In English we read workout your salvation. I told you Christian freedom is responsible freedom. നിങ്ങൾ അമേരിക്കക്കാരല്ലേ? അമേരിക്കയെ കുറിച്ച് പറയുന്നത് the land of the free and the home of the brave എന്നല്ലേ പറയുന്നത്? The land of the free and the home of the brave. Unless you be brave, you stand brave, you cannot be free. Freedom brings with it responsibility. സ്തോത്രം. അതുകൊണ്ട് എത്രയോ കാര്യങ്ങൾ നമ്മൾ വളരെ 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 സൂക്ഷിക്കേണ്ടതാണ് സഹോദരങ്ങളെ. സ്തോത്രം. തിമോത്തിയോസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് 1 തിമോത്തി അതിന്റെ 4:16 വായിച്ചു. നിന്നെ തന്നെ ഉപദേശത്തെ സൂക്ഷിച്ചുകൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക, അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ വസ്ത്രം കേൾക്കുന്നതിനെയും രക്ഷിക്കും. അങ്ങനെ ചെയ്താൽ നിന്നെയും എന്താ ഉപദേശം തെറ്റിയാൽ എന്ത് പറ്റും? ജീവിതം തെറ്റും. കഴിഞ്ഞ ദിവസം ഞങ്ങള് ഇവിടെ ഫ്ലോറിഡയിൽ ഇങ്ങനെ ഉപദേശ വിഷയങ്ങളൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് പോകുമ്പോഴേ ഞങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ്, ഞങ്ങൾ കൊപ്പ ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലം വരെ പോവാ, 100 miles ഡ്രൈവിംഗ്. ഇങ്ങനെ പോകുമ്പോ ഞാൻ അന്നേരം അവരോട് പറഞ്ഞു, GPS വെച്ചാ പോകുന്നത്, അവന് വഴി അറിയാൻ മേലെ. അവിടെ പോകുന്ന ഉടനെ ഞങ്ങൾ ഈ GPS തെറ്റിയ എന്നെ GPS വൈറസ് കയറി ഒരിക്കൽ പോലും ഡെസ്റ്റിനേഷനിൽ എത്തിയില്ല. 50 മൈൽ ചെയ്ത് കഴിയുമ്പോ പിന്നെ അവൻ പറയുന്നത് ഓപ്പോസിറ്റ് പാനായിരിക്കും. ചെന്ന് കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ വീട് നോക്കി കണ്ടു. How careful we must be when we read and interpret and teach the word of God. Hallelujah. Mistake it not. യൂദായുടെ ലേഖനമൊക്കെ അങ്ങോട്ട് വായിക്കുമ്പോ my brethren in Oklahoma, they have asked me to teach the epistle to Jude on this ഈ യാത്രയില് യൂദായുടെ ലേഖനം അവിടെ ഒരു ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് ഞാൻ യൂദായുടെ ലേഖനം ഈ ദിവസം കൊണ്ട് പിന്നെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരിക്കലോ ഇട്ട് ഫലമേൽപ്പിച്ച വിശ്വാസത്തിനു വേണ്ടി 20-ാം വാക്യത്തിൽ അതിവിശുദ്ധ വിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളാനുള്ള വിശ്വാസം മനസ്സിലാവുന്നുണ്ട്. ഒരിക്കലോ ഇട്ട് ഫലമേൽപ്പിച്ചോ, ഒരിക്കലും തെറ്റാൻ പാടില്ല. ഇത് പിശാചിന് ഒരുത്തനെ ഒരു വഴിയാത്രക്കാരനെ തെറ്റിക്കണമെന്നുണ്ടെങ്കിൽ മുമ്പ് ഞാൻ പറഞ്ഞ നിങ്ങൾ മറക്കില്ല, GPS വൈറസ് കയറ്റിയാൽ മതി, പോരെ മതി. The pilgrim will not progress, but only will receive. അതാണ് നിന്നെ തന്നെയും ഉപദേശത്തെ സൂക്ഷിച്ചു വെക്കാം, അതിൽ ഉറച്ചു നിൽക്കാം. അങ്ങനല്ല പറയുന്നത്. ഏതിനാവസ്ഥ നിൽക്കുന്നത്? ഉപദേശത്തിൽ ഉറച്ചു നിൽക്കാം. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവന്, അല്ലെ നീയും പോയി നിന്റെ വാക്ക് കേൾക്കുന്നവനും പോയി. കുമാരനാശാന്റെ ഒരു കവിതയുണ്ടല്ലോ, കേട്ടിട്ടുണ്ടായിരിക്കും. വണ്ടേ നീ തുലയുന്നു, വീണീ വിളക്കും നീ കെടുത്തുന്നു. വണ്ണന വിളക്കല്ലേ അന്ന് കവിത എഴുതുമ്പം നിനക്കറിയാലോ, തോന്നക്കൽ അവിടെ ഇവിടെ ചെന്ന ആ പഴയ ഓല കെട്ടിയ വീട് അതുപോലെ ഒരു മീൻ ചെയ്തു ആശാൻ സ്മാരകത്തിൽ എണ്ണിച്ചിട്ടുണ്ട്. അപ്പം കവിത എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഒരു വണ്ട് വന്ന് വിളക്കിൽ 1 അടിച്ചു, 2 അടിച്ചു, 3 അടിച്ചു.
പിന്നെ വന്ന് പിന്നടിച്ച് അതിന്റെ വിളക്കും കെട്ടുപോയി അത് ഇറങ്ങുന്നതായി. അപ്പൊ അദ്ദേഹം പണ്ടേ നീ തുലയുന്നു വീണ ഈ വിളക്കും നീ നമ്മൾ തന്നെ നശിക്കും. പ്രസംഗം കേൾക്കുന്നവരെയും നമ്മുടെ സഹോദരങ്ങളെ ഈ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നോടൊക്കെ ഒരു സിറിഞ്ചിനകത്ത് കുറച്ച് ചോര പിടിച്ചോണ്ട് ഞാൻ എയ്ഡ്സ് രോഗിയാണ്, എന്റെ ബ്ലഡ് എയ്ഡ്സ് ബ്ലഡാണ്, കാശുകൂടെ അല്ല ഇപ്പൊ കുത്തും തോക്കൊന്നും എടുക്കാൻ ഒക്കുകയാണ്. പോരിയാ പോരെ. അങ്ങനെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് എങ്ങോട്ടൊന്നൊക്കെ കൊള്ളയടിച്ചെന്ന് കിട്ടും. കേൾക്കുന്നുണ്ടോ? അത് ചിലപ്പോൾ തോന്നല്ലേ. അവനെ ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടതാണ് ദുരുപദേഷ്ടാവിനെ. കാര്യം എന്താ? എയ്ഡ്സ് പിടിച്ചാൽ ചത്തു പോകുന്നേ ഉള്ളൂ. അയ്യോ ശരി പറയുന്നില്ലേ. നരകത്തിൽ പോകണ്ടല്ലേ എയ്ഡ്സ് പിടിച്ചാത്തൊന്നും കണ്ട്. അങ്ങനെ പിടിച്ചതാണെങ്കിൽ മനസ്സിലായോ? പക്ഷേ ദുരുപദേഷ്ടാവ് നിങ്ങള് എന്ത് ചെയ്യുന്നു മനസ്സിലാകുന്നില്ലേ? റിസ്ക് യുവർ ഇറ്റേണൽ ലൈഫ്. നിന്നെ തന്നെയും ഉപദേശത്തിൽ അതിൽ ഉറച്ചു നിൽക്കാം. അതെ, പത്രോസ് എന്ന് പറയുന്നതോടൊന്ന് വായിച്ചാൽ ഞാൻ ഇച്ചിരി കൂടുതൽ വിശീലനത്തിലേക്ക് പോകാം. പത്രോസിനെ എഴുതിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? രണ്ടാം ലേഖനം 1-ാം അധ്യായം 5 മുതൽ വായിച്ചാൽ അല്ലേ 4 മുതലേ വായിച്ചേ. അവയാൽ വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. അറിയാൻ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് വിവേകവും, വിവേകത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുക. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്ത പുഷ്പരന്മാരുമായിരിക്കില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ. അവന് ക്രിസ്തുദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇതിനോളം ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. സ്തോത്രം. തരുന്ന വാങ്ങിയുണ്ടോ? ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. എങ്ങനെ ചെയ്താൽ തൊട്ട് വേണ്ടി പറയുന്നു. സ്തോത്രം. എന്താ? അവൻ നമുക്ക് വലിയൊരു അതിമക്ത വാഗ്ദത്തങ്ങളും നൽകിയിരിക്കും. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ എന്ന് പറഞ്ഞ സൗകര്യങ്ങൾ കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തോട് ഏകീഭവിക്കണം. We should become partakers of the divine nature of Christ Jesus. ഈ നിത്യജീവൻ എന്നൊക്കെ പറഞ്ഞാൽ എന്നാണ് നമ്മുടെ വിചാരം? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ മരണമെന്ന് പറഞ്ഞാൽ വേദോസത്തിന്റെ അർത്ഥം വേർപാടല്ല. മരണം വേർപാടും ജീവൻ കൂട്ടായ്മയും. Death is separation and life is fellowship. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിത്യമായ കൂട്ടായ്മ. Uninterrupted cordial loving fellowship with the Lord. അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. എന്തുകൂടെ ഉണ്ടേ എല്ലാവരും പുസ്തകം. യേശുക്രിസ്തു നമുക്ക് നിത്യജീവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ചാകാതിരിക്കുന്നതല്ല. കർത്താവുമായുള്ള ദിവ്യമായ കൂട്ടായ്മ, സ്തോത്രം, മാറ്റമില്ലാത്ത കൂട്ടായ്മ നമുക്കുണ്ടെന്ന ലോകത്തിലെ സകല കൂട്ടായ്മ മരണം കൊണ്ട് തീരും. എത്ര സ്നേഹിക്കുന്ന പറഞ്ഞാൽ ഒരുപടി വണ്ണും വാരിട്ട് രണ്ടുപടി കണ്ണിൽ കൊടുത്ത് ദീർഘശ്വാസം വിട്ടയച്ച് തിരിഞ്ഞാണ്. അത്ര ഒക്കുള്ളൂ, കൂടെ വരാൻ ഒക്കെയല്ല. ലോകത്ത് ഈ ഇരിമ്യാവിലൊരു വാക്യമുണ്ട് കിട്ടും. കഴിഞ്ഞ ദിവസം വായിച്ചു കഴിഞ്ഞ് പകൽ തീരും മുമ്പേ അവളുടെ സൂര്യൻ അസ്തമിച്ചു പോയി എന്നൊരു വാക്യം എന്ന് പറഞ്ഞ പോലെ പകൽ ഇരുന്നതിന്റെ സൂര്യൻ അസ്തമിച്ചു പോയി എന്ന് പറഞ്ഞ പോലെ അസ്തിത്വം തീരുന്നതിന് മുമ്പേ ബന്ധങ്ങളെല്ലാം അവസാനിച്ചു. മരണത്തിലൂടെ ആളങ്ങോട്ട് നടന്നപ്പോ എല്ലാവരും ഇട്ടേച്ചു തന്നെ ഉള്ളൂ.
അവിടെ കൂടിയിരിക്കാവുന്ന ഒരാളേ ഉള്ളൂ. അതാരാ? നമ്മുടെ കർത്താവ്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിത്യമായ കൂട്ടായ്മ. സഹോദരങ്ങളെ, ആ നിത്യമായ കൂട്ടായ്മ ബന്ധം കർത്താവുമായി നമ്മൾ അനുഭവിക്കുന്നവരാണ്. ഒന്നുകൂടെ ഞാൻ വിശദീകരിച്ചോട്ടെ. ഈ നിത്യമായ കൂട്ടായ്മ ബന്ധം കർത്താവുമായി നമ്മൾ അനുഭവിക്കണമെങ്കിൽ ദിവ്യ സ്വഭാവത്തിൽ കൂട്ടാളികളാകണം. ആമോസ് 3:3 വായിച്ചേ. ആമോസ് 3:3 വായിച്ചേ. സാധാരണ പറയുന്നൊരു പ്രയോഗമുണ്ടല്ലോ, ഈ സഹയാത്രികരാകണെ പോലും മനപ്പൊരുത്തം വേണമെന്നൊരു പറച്ചിലുണ്ട്. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? കേട്ടോ, രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? അതാ ഞാൻ പറഞ്ഞത്. സഹയാത്രികരാകണെ പോലും മനപ്പൊരുത്തം വേണം. ഞാനൊരു സംഭവം ഈ സമയത്ത് ഓർക്കുന്നു. ഞങ്ങള് ഈ ഡൽഹിയിലെ സുവിശേഷ വേലയിലായിരുന്നപ്പോഴേ 80-81 ഞങ്ങൾ നാട്ടിലൂടെ വരിക. നാട്ടിലൂടെ വരുമ്പോൾ ഞങ്ങളുടെ ആ ക്യൂബിക്കിളിൽ അന്ന് ഇടയ്ക്ക് ഇങ്ങനെ വാതിലടയ്ക്കാവുന്ന ഒരു ചെറിയൊരു ചെറിയൊരു സ്ഥലമുണ്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട്. അതാണ് ഞങ്ങൾക്ക് കിട്ടിയത്. 6 പേര് അതിനകത്തുണ്ട്. പരസ്പരം പരിചയപ്പെട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ രണ്ട് ചെറുപ്പക്കാര് ഒരു 30 പരിചയപ്പെട്ടപ്പോഴാ 2 മലയാളികളാ, 2 രാഷ്ട്രീയ പാർട്ടിപ്പെട്ടവരാണ്. കുറച്ചു നേരം കഴിഞ്ഞ് പതുക്കെ രാഷ്ട്രീയം പറഞ്ഞു ഇവരെ അങ്ങ് ഉടക്കി എന്നാടാ ഇടാന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരുപോലെ എടുത്ത് കൈ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൈ നോക്കി. എന്നിട്ട് പിന്നെ പുറകോട്ട് പിടിച്ച് കൈ ഞങ്ങൾ ഇടയ്ക്ക് കയറി. ഞങ്ങൾ ഇവിടെ കാശ് കൊടുത്ത് പോകുമ്പോൾ അലമ്പാനൊക്കെ ഇതിനെ വാതിലൊക്കെ ഞങ്ങൾ തുറന്നു വെച്ചു. അവിടെ ഒരുത്തൻ പടിഞ്ഞാറൻ ജില്ലയിൽ കൂടി പടിഞ്ഞാറോട്ടും മറ്റോ കിഴക്കൻ ജില്ലയിൽ കൂടെ കിഴക്കോട്ട് നോക്കിയിരിക്കുക. ഈ പെടല് കഴിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ജനല് മാറുമ്പോ ഇങ്ങനെ വലുരുന്നു. ഇങ്ങനെ ഇതുങ്ങളുടെ കൂടെ പോക്ക് എങ്ങനെയാണ്? അന്ന് ബുലാൻ ദേവിയുടെ ഈ ചമ്പൽവാലി കൊള്ളയൊക്കെ ഉള്ള സ്ഥലമാണ്. എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉമ്മാര് വേണമെങ്കിൽ മറ്റുള്ള വൈരാഗ്യത്ത് ഉമ്മാരൊക്കെ വേണമെങ്കിൽ രാത്രി തുറന്നു കയറ്റി കഴിയും. വളരെ ബുദ്ധിമുട്ട്. അന്ന് ഈ വെസ്റ്റിബ്യൂളില്ല. ഈ ഒരു കമ്പാർട്ട്മെന്റിൽ അടുത്ത കമ്പാർട്ട്മെന്റ് കയറാനുള്ള ആ പാസ് ഇന്നർ പാസ് ചെയ്യുന്നില്ല. ഈ വെസ്റ്റിബ്യൂളില്ല. അപ്പോൾ പിന്നെ ട്രെയിൻ ഒരു സ്ഥലത്ത് നിർത്തുന്ന പറയാൻ ഞങ്ങൾ നോക്കി. എന്നിട്ട് ഓടിച്ചെന്ന് GTR കണ്ടുപിടിച്ചിട്ട് കൊണ്ടേ ഇവിടുന്ന് ഒരാളെ മാറ്റണമെന്ന് പറഞ്ഞു. പിന്നെ അയാൾ കയറി വന്നു. അയാളെല്ലാം ലിസ്റ്റെല്ലാം നോക്കി 3 കമ്പാർട്ട്മെന്റിനകലെ ഒരു ഒറ്റയ്ക്ക് എടുത്തനെ കണ്ട് അവനെ ഇവിടെ കൊണ്ടുവന്ന് ഇവനെ അവിടെ കൊണ്ടാക്കാൻ തന്നെ അയ്യോ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര തിരക്കാക്കാം. ഒരുത്തര അവരുടെ വേട്ടിയും വലിച്ചെടുത്താൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും മറ്റൊന്ന് ശ്വാസം വിട്ട് അവന്റെ വെട്ടിയൊക്കെ നോക്കി വെച്ച് അവന്റെ ഒരു ആശ്വാസം കണ്ടോ. സഹയാത്രയാകണേ പോലും എന്താ വേണം? മനപ്പൊരുത്തം. ഒന്നിച്ച് നടക്കണേ പോലും സ്വഭാവം ഒരു. എന്റെ സഹോദരങ്ങളെ, അങ്ങനാണില്ലേ നിത്യതയിൽ കർത്താവിന്റെ കൂടെ ഒരുമിച്ച് നിത്യത മുഴുവൻ ചെലവഴിക്കാൻ പോകുന്ന നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികൾ. ആ കൂട്ടാളികളാകണേ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? സകല ഉത്സാഹവും കഴിച്ചു വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയത്തോട് സ്ഥിരതയോട് ഭക്തിയോട് സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളി. ഒന്നിനോടൊന്ന് താഴെ ഇങ്ങനെ ചെയ്താൽ മനസ്സിലായോ? നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തു നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമ്മള് അങ്ങനെ ചെയ്യാത്തവനാരാ? ഹ്രസ്വദൃഷ്ടിയുള്ളവരും മുൻകഴിഞ്ഞ പാപങ്ങൾ ശുദ്ധീകരണം മറന്നു. കൃപയാൽ രക്ഷിക്കപ്പെട്ടവനാണെന്നുള്ളത് മറക്കരുത്. പാപം അവന്റെ ജീവിതത്തിൽ വരുത്തിയ ദോഷഫലങ്ങൾ അവൻ മറക്കരുത്. അവൻ പാപത്തെ വെറുക്കണം, പാപത്തെ ഭയപ്പെടണം. The dread of sin should not depart from the heart and mind of a believer. പാപത്തെ മൂക്കമ്പാമ്പിനേക്കാൾ പേടിക്കണം. സത്യം ഞാൻ പറയുന്നു. നാട്ടിലോട്ട് ചെന്നു ഉപയോഗിക്കാതിരുന്ന വാച്ച്മാനെയൊക്കെ ആക്കിയിട്ട് പോകുന്ന വീടാ. ചെന്നു എയർപോർട്ടിൽ നിന്ന് വന്ന് ബന്ധുവിന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ട് പോകുന്നു. എല്ലാം വിരിച്ചൊരുക്കിയിട്ടേക്കെന്നു പറഞ്ഞു. ചെന്ന് ലൈറ്റ് അങ്ങോട്ട് ഇട്ടപ്പം വിരിച്ചൊരുക്കിയിട്ടിരിക്കുന്ന ഷീറ്റിന്റെ അടിയിൽ കൂടെ ഏതാണെന്ന്
പ്രധാനം കഴിയുമ്പോഴത്തേന് വേഗം വാതിലോട്ട് ചൂടിച്ചെന്ന് വടിയൊക്കെ എടുത്ത് ആളുകളെല്ലാം വിളിച്ചുവിട്ട് വന്നു. ഷീറ്റൊക്കെ എടുത്ത് നോക്കിയിട്ട് അതിനകത്ത് കാണാനേ ഇല്ല. അവിടെ എല്ലാം നോക്കി സംഗതി. അപ്പം പറഞ്ഞ് രണ്ടുപേരും പറഞ്ഞു ഞാൻ കണ്ടോ അന്നേരം ഒരാൾ അതെ ആ മെത്തയ്ക്കകത്തെ ഒരു കീറലുണ്ട്, ആ കീറലിനകത്തോട്ടങ്ങാണ്ട് അതാണ് ആ അവിടെ ഇരുന്നു താളന്ന് ക്ഷീണിച്ചാ അതിന്റെ മോളിൽ കയറി കിടന്ന് ഉറങ്ങുമോ? കൊള്ളാലോ. ഉറങ്ങിയില്ല. Don't sleep over a sin, even though you may have to sleep over a cobra. Sleeping over a cobra may risk your present material, physical life. But sleeping over sin possibly may risk your eternal life. പാപം ഏറ്റുപറഞ്ഞത് ഉപേക്ഷിക്കുന്നതിൽ, വിശുദ്ധീകരണത്തിൽ നിലനിൽക്കുന്നതിൽ ഒരു പോഷനെ പോലെ ആകുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? രക്ഷയുടെ രണ്ടാം ഘട്ടം വളരെ പ്രധാനമാണ്. ഈ രക്ഷയുടെ രണ്ടാം ഘട്ടം എന്ന് പറയുന്ന വാക്കാണ് വിശുദ്ധീകരണം. എനിക്ക് അതൊക്കെ വിശദീകരിക്കാൻ താല്പര്യമുണ്ട്. എന്താണ് വിശുദ്ധീകരണം? വേദോസ്തവത്തിൽ ശുദ്ധീകരണവും വിശുദ്ധീകരണവും രണ്ടാം സഹോദരങ്ങളെ. ശുദ്ധം, വിശുദ്ധം, പരിശുദ്ധം. ശുദ്ധം, വിശുദ്ധം, പരിശുദ്ധം, ഇത് മൂന്ന് അർത്ഥത്തിൽ അതിരുവെടുത്തിൽ ഉപയോഗിച്ച് നാം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. നാട്ടു സഹോദരങ്ങളെ, എന്റെ വാക്ക് ഞാനിപ്പം നിർത്തിക്കോട്ടെ. സ്തോത്രം. കർത്താവിന്റെ വരവ് ഇന്ന് രാത്രി ഉണ്ടായാൽ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ നഷ്ടപ്പെടാനിടയാണ്. നിത്യജീവനാണ്. നിത്യത മുഴുവൻ നമ്മുടെ പൊന്നു കർത്താവിനോട് കൂടെ വസിക്കാം. ദൈവം നമ്മെ മുന്നേറ്റിരിക്കുന്നു. How is our standing before the Lord? ഇന്ന് രാത്രി കർത്താവിന് മുമ്പാകുള്ള നമ്മുടെ സ്റ്റാൻഡിങ് എങ്ങനെയുണ്ട് സഹോദരൻ? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടച്ചു, ഒരു നിമിഷം നമ്മുടെ ഒന്ന് സ്വയം പാപത്തിൽ നഷ്ടപ്പെട്ട നരകത്തിൽ വിരിക്കപ്പെടുന്ന എന്നെയും നിങ്ങളെയും പുത്രനെ കുഞ്ഞുകൊടുത്ത് രക്ഷയുടെ വഴി നമുക്ക് വേണ്ടി എന്റെ പൊതു കർത്താവ് ഒരുക്കി. അത് സ്തോത്രം അപ്രോപ്രിയേറ്റ് ചെയ്യുവാൻ ദൈവം നമുക്ക് ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ വചനത്തോട് ഏകീഭവിച്ച് നമുക്ക് എതിരായുള്ള കൈയെടുക്കുവാൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ്. സ്തോത്രം സ്തോത്രം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ക്രിസ്തുവിലുള്ള നമ്മുടെ ആ സ്റ്റാൻഡിങ് ക്രിസ്തുവിലൊരു പുതിയ സൃഷ്ടിയാണ്. സ്തോത്രം വചനത്തിൽ നിലനിൽക്കും. നമുക്ക് നമ്മെ തന്നെ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് ഒരേ കഷ്ടങ്ങളുണ്ട് ദൈവരാജ് കടക്കണമെന്ന് ശിഷ്യന്മാരെ പ്രബോധിപ്പിച്ചത് തിരുവനന്തപുരം. അത് വാദനത്തിൽ നിലനിൽക്കുവാൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പുതുക്കിയുണ്ട്. അതിനായി ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം 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 സ്തോത്രം.